അഭിഷേകമുള്ള പൗലോസ് സഞ്ചരിക്കുന്ന കപ്പലിനെ ശത്രു ദൃഷ്ടി വച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. ഹല്ലേലൂയ. ഞാനും നിങ്ങളോട് പറയാം, നിങ്ങളെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലും അഭിഷേകത്തിലും നടക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ശത്രു ദൃഷ്ടി വയ്ക്കും, അതിന് സംശയമൊന്നുമില്ല. ആമേൻ. പിശാചി നിങ്ങളെ കാണാതിരിക്കത്തൊന്നുമില്ല, നിങ്ങളെ കാണും. പക്ഷെ പേടിക്കണ്ട, അവനല്ല ജയിക്കുന്നത്, നിങ്ങൾക്കാ ജയമുള്ളത്. ഒരു ഹല്ലേലൂയ കൂടെ പറഞ്ഞ് ആമേൻ. വാസ്തവമായിട്ട് ഞാൻ പറയാം, ഈ കപ്പലിൽ പൗലോസ് മാത്രമല്ല പോകുന്നത്. പൗലോസ് ഒരു യാത്രക്കാരനാണ്. പൗലോസിൻ്റെ കൂടെ കപ്പലിൻ്റെ ജോലിക്കാരടക്കം 275 പേരുണ്ട് എന്നതും വാസ്തവമായൊരു സത്യമാണ്. പക്ഷേ 23-ാം അധ്യായം മുതൽ അങ്ങോട്ട് പരിശോധിച്ചാൽ അറിയാം, ഈ കപ്പലിൻ്റെ യാത്രകൾ ആരംഭിക്കുന്ന സമയം മുതൽ ഒത്തിരി പ്രതിസന്ധികൾ ഇവർക്കുണ്ട്. ഒത്തിരി പ്രശ്നങ്ങൾ ഇവർക്കുണ്ട്. പലപ്പോഴും ആ മന്ദമാരുതൻ വീശിയപ്പോൾ കപ്പലുടമയും കപ്പിത്താനും ഒക്കെ ചിന്തിച്ചോ, ഇത് നന്നായി പോകും. പക്ഷേ ഇച്ചിരി അങ്ങോട്ട് കീറിയപ്പം മനസ്സിലായി, മന്ദമാരുതൻ മാറിയിട്ട് ഈശാനമൂലൻ വീശിയടിച്ചപ്പം മനസ്സിലായി ഇതത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിൻ്റെ അർത്ഥം ഇന്ന് കാണുന്ന രീതി ആയിരിക്കത്തില്ല, ചിലപ്പോൾ ഇച്ചിരി കഴിയുമ്പോൾ നമ്മൾ കാണുന്നത്. ഇപ്പോൾ കാണുന്ന ഒരു ഒരു ലളിതമായ അവസ്ഥ ആയിരിക്കത്തില്ല, ഇച്ചിരിയുടെ കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത്. ഒരു കാര്യം ഉറപ്പിക്കാം, അഭിഷേകമുള്ളവൻ കപ്പലിലുണ്ടെങ്കിൽ കാര്യങ്ങൾ നടക്കും. ഒരു ഹല്ലേലൂയ കൂടെ പറഞ്ഞേ ആമേൻ. 276 പേരിൽ ഒരുവൻ മാത്രം വ്യത്യസ്തൻ, ബാക്കിയുള്ളവരെല്ലാം ലോകക്കാരാണ്. ആമേൻ. ഒരുവൻ മാത്രം അഭിഷേകം ചുമന്നുകൊണ്ട് നടക്കുന്നു. മാത്രമല്ല അവൻ്റെ മേലൊരു ദൂതും കൂടെയുണ്ട്. നീ യെരൂശലേമിൽ എന്നെ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു. ഞാൻ നിങ്ങളോട് പറയാം, ഈ കപ്പലിൻ്റെ കപ്പലിൻ്റെ അവസ്ഥയെന്ന് പറയുന്നത്, കപ്പൽ തകരും എന്ന് ഉറപ്പായത് ചില സാഹചര്യങ്ങളിൽ ഈ ഇരുകടൽ വന്നൊരു സ്ഥലത്ത് അവിടെ നിൽക്കും. ഞാൻ ആ ഭാഗം വായിക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണേ. അവിടെ വായിച്ചത് ഇങ്ങനെയാണ്: അണിയം ഉറച്ചു, അമരം തിരയുടെ ആഘാതത്താൽ ഉടഞ്ഞുപോയി. ഈ അണിയവും അമരവും ഞാൻ അതേക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പഠിച്ചപ്പോഴാണ് എനിക്കൊരു കാര്യം പിടികിട്ടെ. എനിക്കും ഒരു തെറ്റിദ്ധാരണ അതിനകത്തുണ്ടായിരുന്നു. ഈ അമരവും അണിയവും തമ്മിലുള്ള വ്യത്യാസം എന്തുവാ അറിയാമോ നിങ്ങൾക്ക്? ഒരു കപ്പലിൻ്റെ അമരവും അണിയവും. അണിയമെന്ന് പറഞ്ഞാൽ ആ കപ്പലിൻ്റെ മുൻഭാഗമാണോ പിൻഭാഗമാണോ? അണിയോ എന്ന് പറഞ്ഞാൽ, അമരോ എന്ന് പറഞ്ഞാൽ മുൻഭാഗമാണോ പിൻഭാഗമാണോ? ഏതെങ്കിലും ഒന്നൊന്നായാൽ പിന്നെ മറ്റേതായിക്കോളൂ, അല്ലേ? ശരി, ഞാൻ പറഞ്ഞുതരാം. എനിക്കും ചെറിയൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. പക്ഷേ അത് വരുന്ന സമയത്ത് ഞാൻ അതിനെക്കുറിച്ചൊന്ന് പഠിച്ചപ്പോൾ മനസ്സിലായ, അമരം എന്ന് പറയുന്നത് അമരം എന്ന് പറയുന്നത് കപ്പലിൻ്റെ പിൻഭാഗമാണ്, അണിയമെന്ന് പറയുന്നത് കപ്പലിൻ്റെ മുൻഭാഗമാണ്. ഹല്ലേലൂയ. കരങ്ങളിൽ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. കർത്താവിൻ്റെ വചനം നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്: അമരമെന്ന് പറയുന്നത് കപ്പലിൻ്റെ പിൻഭാഗമാണെങ്കിൽ അണിയമെന്ന് പറയുന്നത് കപ്പലിൻ്റെ മുൻഭാഗമാണ്. എത്ര പേർക്ക് അത് മനസ്സിലായി? കർത്താവിൻ്റെ വചനം ഈ പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, ഈ കപ്പലിൻ്റെ ബൈബിൾ പറയുന്നു, അണിയം ഉറച്ച് അമരം ഉടഞ്ഞു. ഇത് രണ്ടുമല്ലേ വായിച്ചത്? അപ്പോൾ ശ്രദ്ധിച്ചേക്കണം. ഈ യാത്ര തുടങ്ങി ഇച്ചിരി അങ്ങോട്ട് പോയ സമയത്ത് വേദപുസ്തകം പറയുന്നു, ഇവരുടെ ജീവിതത്തെക്കുറിച്ച് പറയുവാണ്, പ്രതീക്ഷയോടെ നടന്നതാ. പക്ഷെ പകുതി വഴി വെച്ച് പ്രതീക്ഷ പോയി. കാരണം അവർ പെക്കൊണ്ടിരുന്ന കപ്പലിൻ്റെ മുൻഭാഗം ഉറച്ചുപോയി. മുൻഭാഗം എന്ത് ചെയ്തു? ഉറച്ചു. രണ്ടാമത് പറയുന്ന വിഷയം ഇതാണ്: പിൻഭാഗം അല്ലെങ്കിൽ അമരം തിര കാരണം ഉടഞ്ഞു. ഇത് രണ്ടു ഭാഗവും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കപ്പൽ എങ്ങനെ മുന്നോട്ട് പോകും? ഹല്ലേലൂയ. ശ്രദ്ധിച്ചേക്കണം. ചില ജീവിതങ്ങളൊക്കെ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നത് അങ്ങനെ, മുന്നും പിന്നും സ്ട്രക്കായി നിൽക്കുക, എങ്ങോട്ട് പോകണമെന്നൊരു പിടുത്തമില്ല. എന്ന പരിശുദ്ധാത്മാവിന് ഇന്ന് പകൽ അഭിഷേകത്തിൽ നിൽക്കുന്ന ചിലതിനോട് ദൈവാത്മാവിന് പറയാനുണ്ട്, വഴി നിങ്ങളല്ല തീരുമാനിക്കേണ്ടത്, വഴി സ്വർഗം നിങ്ങൾക്ക് വെളിപ്പെടുത്താൻ പോവുകയാ. എത്ര പേർ ഇന്ന് പകലത് വിശ്വസിക്കുന്നുണ്ട്? ആമേൻ. മുന്നും പിന്നും മുന്നോട്ട് പോകാനും കഴിയാതെ പിന്നോട്ട് പോകാനും കഴിയാതെ നിങ്ങൾ എവിടേക്ക് ഒതുങ്ങുമ്പോൾ പരിശുദ്ധാത്മാ പറയുന്നു, വഴി സ്വർഗം നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോവുകയാണ്. ഈ കപ്പലിനെ ഉടയ്ക്കണമെന്ന് നിർബന്ധമുള്ള ഒരുത്തം വേറെയുണ്ട്. അത് 276 പേരുമല്ല, വെളി നിൽക്കുന്നൊരു ശക്തി, അവൻ്റെ പേര് പിശാച. ഒരു ഹല്ലേലൂയ ഇവിടെ പറഞ്ഞ്. പലപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ
നിയോഗവും ദൈവത്തിൻ്റെ ശക്തിയുമൊക്കെ അനുഭവിച്ച് യാത്ര ചെയ്യുന്നവരാണ് നമ്മളെങ്കിൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, നമുക്ക് വിരോധമായിട്ട് ഒരുവൻ നിൽക്കുന്നുണ്ട്. എന്തിനെന്നറിയാമോ? നിന്റെ വഴിയെ പകുതി വഴിയിൽ നിർത്തുവാനും അതിനെ ഇല്ലായ്മ ചെയ്യുവാനും വെല്ലുവിളിച്ചുകൊണ്ട് ഒരുവൻ വഴിയിലുണ്ട്. ഇന്ന് പകൽ നീ ഭയക്കണ്ട. നിന്നെ വിളിച്ചത് ദൈവമാണെങ്കിൽ കർത്താവ് പറയുന്നു, പകുതി വഴിയിൽ നിന്നെ വിട്ടുകളയാൻ ദൈവം വിടുകയില്ല. എൻ്റെ ദൈവത്തിൻ്റെ കരം നിനക്ക് വേണ്ടി സ്വർഗം വെളിപ്പെടുത്തുന്ന ഒരു സീസണായി മാറും. ഓ ഷൽമാന റീഖമാന ഷെഖേനി റീമാന ഷംതേനിയ റീബൽ പ്രൗഢിബിരി ഘടക വൃക്ഷസ്കമന ഘടകസേ. യേശുവിൻ്റെ നാമത്താൽ ഞങ്ങൾ ജയമെടുക്കുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ആമേൻ. ഞാൻ ആ വേഗത്തിൽ നിങ്ങളോട് പറയട്ടെ, ഈ ഭാഗം ചിന്തിക്കുമ്പോൾ വിളിച്ചത് ദൈവമാണ്. റോമിലേക്ക് പോക എന്ന് പറഞ്ഞതും ദൈവമാണ്. പക്ഷെ വഴി വെച്ച് കപ്പൽ തകർക്കുന്നത് പൈശാചികനാണ്. ചില കൊടുങ്കാറ്റുകളെ ഇളക്കിവിട്ട് അഭിഷിക്തൻ സഞ്ചരിക്കുന്ന കപ്പലിനെ വഴി തടഞ്ഞ് മുന്നും പിന്നും അടച്ച് അവിടെ വെച്ച് ഒതുക്കുമ്പോൾ ഇന്ന് പരിശുദ്ധാത്മാവിൽ ഞാനൊരു കാര്യം പറയുക, ചില ദൂതുകൾ അവസാനിക്കൂ എന്ന് നിനക്ക് തോന്നിയേക്കാം. പക്ഷെ ദൈവം നയിച്ച ദൂത് ഒരു കാറ്റിനും തടഞ്ഞു നിർത്താൻ കഴിയത്തില്ല. ദൈവം തന്ന ദൂത് ഒരു കാറ്റിനും അടച്ചു അഴിമടച്ച് നിർത്താൻ കഴിയത്തില്ല. നിനക്കുള്ള ദൂതുകൾ സ്വർഗം ഈ ദിവസങ്ങളിൽ ഓപ്പൺ ചെയ്യാൻ പോകുക. വിശ്വസിക്കുന്നവർ ആ ദൈവത്തിന് മകത്വം കൊടുക്കട്ടെ. Come on. La ba shekeni. Riba na shekenia. Yes. Receive the fire of God. Oh, la ba 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 shamtana regal proudi bidi gadaga akshas kamana gadaga se vaidal kamana gadaga se andat shamana gadaga rebal proudi bidi gadaga se. യേശുവിന്റെ മഹത്വം ചലിക്കട്ടെ. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലമേ ഹോളിനകത്തെ ചലിക്കട്ടെ. റീഗബാല ശംദൽ കമന വൈഷസ് പ്രൗഢി ബിരി ഗഡഗ സെ. ആരുടെയൊക്കെ ദൈവാത്മാവ് ശക്തമായി ഇന്ന് പകൽ പ്രവചിക്കുന്നു. 275 പേര് സഞ്ചരിക്കുന്ന കപ്പലല്ല നിന്റെ ദൂതിനെ കൊണ്ടെത്തിക്കേണ്ടത്. വിളിച്ചവൻ വിശ്വസ്തനാണ്. അവൻ നിന്റെ ദൂത് കൊണ്ടെത്തിക്കേണ്ടത് കൊണ്ടെത്തിക്കാൻ കരുത്തുള്ള ദൈവം. Yes, 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 yes. Now receive the power. Laba shekenia. Rebel proudi binigadagase. ദൈവ സാന്നിധ്യം ഇതിനകത്ത് ചലിക്കട്ടെ. ദൈവ ശക്തി ഇതിനകത്ത് ചലിക്കട്ടെ. Now receive the power of Holy Spirit. Wow. Lamana shekeni antini. Rebel proudamanagadaga rakshaskamanagadagase. In the mighty name of Jesus. യേശുവിന്റെ മഹത്വം ചലിക്കട്ടെ. Hallelujah. കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ആമേൻ. നമ്മിൽ ചില ദൂതൊക്കെ കിടക്കുന്നത് കാണുമ്പോൾ പിശാചിന് ഒട്ടും ഇഷ്ടപ്പെടത്തില്ല. നമ്മിൽ ചില ദൈവിക വാഗ്ദത്തങ്ങൾ കിടക്കുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞ പിശാചിന് ഒട്ടും ഇഷ്ടപ്പെടത്തില്ല. ആമേൻ. ഇവിടെ മനുഷ്യനെ ഇഷ്ടമില്ല, പിന്നെയാണ് ഇനി പിശാചിന് ഇഷ്ടമുള്ളത്. ഹല്ലേലൂയ. നല്ലപോലെ ദൂത് നമ്മുടെ മേൽ കിടക്കുവാണെങ്കിൽ ആമേൻ, അടുത്തിരിക്കുന്ന ആൾക്കാർ ഭയങ്കര കണ്ണോടി ഉണ്ടാവും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാം അല്ലേ, ആമേൻ, എല്ലാവർക്കും ഉണ്ടാവുന്നില്ല. ചിലർക്ക് ഭയങ്കര അസൂയ. ഹല്ലേലൂയ. ഇവിടെയുണ്ട്, എനിക്ക് വിരോധമായിട്ട് ഇഷ്ടം പോലും ഉണ്ട്. ആമേൻ. ചർച്ച് പാസ്റ്റൊക്കെ ചില ആള് 5-6 പേര് വരുന്നെന്നും തോന്നുമ്പോൾ ചിലർക്ക് ഒരു കണ്ണിടാൻ ഒരു 10 എണ്ണം പിടിച്ചുകൊണ്ട് ആരെങ്കിലുമൊക്കെ കാണും. ഒരു ഹല്ലേലൂയ പറഞ്ഞില്ല നിങ്ങൾ. ശ്രദ്ധിച്ചേക്കണേ. നല്ലൊരു ദൂത്, കാരണം നമുക്ക് ദൈവം ഒരു ദൂത് തന്നിട്ടുണ്ടെങ്കിൽ ആ ദൂതേ നടക്കത്തുള്ളൂ എന്നേ. ആമേൻ. ഒരാളൊരു 10 എണ്ണം വലിച്ചുകൊണ്ട് പോയാലും കർത്താവ് 100 എണ്ണത്തിനെ അടുത്ത് കൊണ്ടുവരും. എനിക്ക് നല്ല ഉറപ്പുണ്ട്, കാരണം എൻ്റെ ദൈവം വിശ്വസ്തനാണ്. ആമേൻ. ഇന്ന് പകൽക്കാലം ദൂതനെ ആമേൻ തടയാൻ ഈ ഇടയ്ക്ക് വീശുന്ന ഈശാനമൂല്യന് കഴിയത്തില്ല, കൊടുങ്കാറ്റുകൾക്ക് കഴിയത്തില്ല. ആത്മാവിൽ കർത്താവ് ഇന്ന് പകൽ പറയുക, നിനക്ക് വേണ്ടി നിന്റെ ദൂത് നിവർത്തിപ്പാൽ എൻ്റെ ദൈവം ഇറങ്ങി വരും. ഓ യെസ്, ടേക്ക് ദ പവർ. ദൈവശക്തി ചില ശരീരങ്ങളുടെ മേൽ സ്വർഗം ഇന്ന് റിലീസ് ചെയ്യുന്നു. ഫയർ. ഓ നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. യേശുവിന്റെ നാമത്താൽ ജയം,
ചൂടാബാല റീബാന അന്തക്ഷമന വൈഡം ജാന ധേരെ റീവക്ഷമനവ രഗതന വൈഡവ രന്തൽ കമന അത്യുന വരവര റീവക്ഷമനവ രഗതേ രഗതേ. ആത്മസാന്നിധ്യം ഇറങ്ങട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവേ, ഇന്ന് പകൽക്കാലമേ ഹോളിനകത്ത് ചലിക്കട്ടെ. ദൈവിക വാഗ്ദത്തങ്ങൾ നിറവേറപ്പെടാനുള്ളത്, അത് അസ്തമിച്ചു പോകത്തില്ല, അത് നിറവേറും. Hallelujah. Praise God. പൗലോസിന്റെ മേൽ കിടന്ന ദൂതനെ ഈ ദൂതും വഹിച്ചുകൊണ്ടാണ് പൗലോസ് സഞ്ചരിക്കുന്നത്. നാട്ടുകാരുടെയൊക്കെ ചിന്ത, ലോകക്കാരുടെ ചിന്ത, ശത്രുവിൻ്റെ ചിന്ത, പിശാചിൻ്റെ ചിന്ത, ഇവൻ റോമയിൽ എത്തണമെങ്കിൽ ഈ കപ്പൽ അവിടെ എത്തിയാലല്ലേ പറ്റത്തുള്ളൂ. പക്ഷേ കപ്പലിൻ്റെ മുന്നും പിന്നും ഞാൻ ബ്ലോക്ക് ചെയ്യും. ചില ദൈവമക്കളുടെ മുന്നും പിന്നും പിശാച് ബ്ലോക്ക് ചെയ്തു. അങ്ങനെ പലരും ചിന്തിക്കുന്നത് മുന്നോട്ട് പോകാനും നിവർത്തിയില്ല, പിന്നോട്ട് പോകാനും നിവർത്തിയില്ല. ചിലർ പറയും എങ്ങോട്ട് പോകണമെന്നൊരു പിടുത്തവുമില്ല. അപ്പോൾ ഓർത്തോണം, ആമേൻ, നിന്റെ അവസാനമല്ല, ഈ തടഞ്ഞവൻ നിന്റെ കാൽച്ചുവട്ടി വരാൻ സമയമായി. ഓ ഹല്ലേലൂയ. ആമേൻ. പിന്നെ ഈ ബ്ലോക്ക് വരുമ്പോൾ ഓർത്തോണം, ആ ദൂത് നടക്കാൻ പോവുക. ഈ പ്രതിസന്ധി വരുമ്പോൾ ഓർത്തോണം, ദൈവം എന്നോട് പറഞ്ഞ കാര്യം നടക്കാറായി. ഇല്ലാതെ ഇത്രയും വലിയ പ്രതിസന്ധി നിന്റെ മുമ്പിൽ വരത്തില്ല. അണിയവും ഉറച്ച്, ആമേൻ ആമേൻ, അമരത്തെയും ഉടച്ചു കളയുന്ന ചില ശത്രുവിൻ്റെ തേർവാഴ്ചകൾ നിനക്ക് വിരോധമായി തലവെക്കുമ്പോൾ ആത്മാവിൽ നിന്ന് പകൽക്കാലം തിരിച്ചറിയ, യെസ്, ദൂതിന് വിലയുണ്ട്. ഓ ദൂതിന് വിലയുണ്ട്. നിന്നോട് പറഞ്ഞ ദൂതിന് വിലയുണ്ട്. ഈ ദൂത് നിന്നെ ജീവിപ്പിക്കാൻ പോവുക. ഈ ദൂത് നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാ. ഈ ദൂത് നിന്നെ നിലനിർത്താൻ പോവുകയാ. ഈ ദൂത് നിന്നെ നിർത്താൻ. ഈ കപ്പലിൻ്റെ മുൻഭാഗം ഉറച്ചു എന്ന് പറഞ്ഞാൽ, ഈ നമ്മൾ പറയുന്ന പോലെ വണ്ടിയുടെ ഫ്രണ്ട് ടയർ ഏതെങ്കിലും കുഴി വീണ് കഴിഞ്ഞാൽ പിന്നെ വണ്ടി പോകത്തില്ല, അതവിടെ കിടക്കും. ഇതുപോലെ കപ്പലിൻ്റെ മുൻഭാഗം എന്ത് ചെയ്തു? ഇത് ചെളിയിലങ്ങ് ഉറച്ചു. ആമേൻ. ഇനി പുറം ഭാഗത്തിരുന്ന അമരക്കാരൻ എന്ത് ചെയ്യുന്നു? സ്റ്റിയറിംഗ് തിരിച്ചാൽ ഈ സാധനം പോകത്തില്ല. കാരണം പോകേണ്ട സാമേൻ, തിരിയേണ്ട സംഗതി എല്ലാം ഉറച്ചിരിക്കുക. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അമരം എന്ന് പറയുന്നത് പുറകു ഭാഗമാണ്. അപ്പോൾ ഒന്ന് മുൻഭാഗം വല്ലതിനും തള്ളിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്നതാണ്. പക്ഷെ മുൻഭാഗം പിശാച് എന്ത് ചെയ്തു? ബ്ലോക്ക് ചെയ്തു. ഇനി അമരക്കാരൻ പുറകിലിരിക്കുന്നുണ്ട്. എൻ്റെ സ്റ്റിയറിംഗ് ഒക്കെ പിടിച്ച് വളച്ച് അതിനെങ്ങോട്ടൊക്കെ വിടണമെന്ന് നിയന്ത്രിക്കുന്ന പുള്ളിക്കാരൻ അമരത്തിരിക്കുന്നുണ്ട്. അടുത്ത പിശാചിൻ്റെ ലക്ഷ്യം അമരമായിരുന്നു. അണിയെ ഉറച്ചു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ അമരത്തെ ഉടച്ചു കളഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? നിയന്ത്രിക്കാനുള്ള സംഗതി എല്ലാം കയ്യിൽ നിന്ന് പോയി. ഇനിയിപ്പോൾ വലത്തോട്ടും ഇടത്തോട്ടും തിരിക്കാൻ നിവർത്തിയില്ലാതായി. സത്യം പറഞ്ഞാൽ ഇതിനകത്ത് പെട്ടുകിടക്കുക. ഈ കപ്പല് ഇച്ചിരി കഴിഞ്ഞപ്പോൾ തിരമാലകളുടെ ആഘാതത്താൽ മുന്നും പിന്നും മാത്രമല്ല കപ്പല് മൊത്തം തകർന്നു. അന്നേരം സകലമാന വ്യക്തികളും വിചാരിച്ചു ഇതോടുകൂടി നമ്മൾ ഈ കടലിൽ മുങ്ങിച്ചാവും. ഒന്ന് ചിന്തിച്ചു നോക്കണേ. അന്നേരം പൗലോസ് പറഞ്ഞൊരു വാക്കുണ്ട്, ആരും പേടിക്കരുത്. കപ്പൽ നശിച്ചാലും ഒറ്റ ഒരുത്തനും നശിക്കത്തില്ല. കപ്പലും തകർന്നാലും നിങ്ങളിൽ ഒരുത്തൻ്റെ തലമുടി പോലും നഷ്ടപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. കാരണം ഇതുവരെ എത്തിച്ചതൊരു ദൂതാ. യെസ്, ഇനിയും കരക്കെത്തിക്കേണ്ടതും ഒരു ദൂതാ. ഓ ആരുടെയൊക്കെ ദൈവാത്മാവ് ശക്തമായി ഇന്ന് പകൽ സംസാരിക്കുന്നു. ചില ദൂതുകൾ നിന്റെ മഹത്വം ചലിക്കട്ടെ, നിന്റെ കൃപ വെളിപ്പെടട്ടെ, നിന്റെ സാന്നിധ്യം വെളിപ്പെടട്ടെ. Oh, Holy Spirit. Amen. പൗലോസ് പറയും ഒരുത്തരും ഒന്നും പേടിക്കരുത്. കാരണം ഞാൻ നിൽക്കുന്നത് ഒരു ദൂതിൻ്റെ ബലത്തിലാണ്.
ഈ വെള്ളിയാഴ്ച 2025 3-ാം മാസത്തിൽ ആർക്കൊക്കെയോ അതുപോലെ പറയാനുണ്ട്. നിൽക്കുമെന്ന് വിചാരിച്ചതല്ല, പക്ഷെ ഈ 3-ാം മാസവും നിൽക്കുന്നത് ഒരു ദൂതിൻ്റെ ബലത്തിലാണ്. പ്രശംസിപ്പാൻ നിന്റെ കയ്യിൽ 5 കാശില്ല, പ്രശംസിപ്പാനുള്ള ആരോഗ്യം നിനക്കില്ല, പ്രശംസിപ്പാനുള്ള യാതൊന്നും നിനക്കില്ല. എന്തുകൊണ്ട് നിൽക്കുന്നു? മറുപടി ഒന്ന്, ഒരു ദൂതിൻ്റെ ബലത്തിലാണ് നിൽക്കുന്നത്. ഇതിനകത്ത് ആരുടെയൊക്കെ സ്വർഗം പറയുന്നു, നീ നിൽക്കുന്നത് ഒരു ദൂതിൻ്റെ ബലത്തിലാ, ഒരു ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിന്റെ ബലത്തിലാ. വിശ്വസിക്കുന്നവരുണ്ടോ? ഇന്ന് പകലിൽ സ്വർഗം നിന്നോട് പറയുന്നു, ഈ ദൂത പകുതി വഴി തീരത്തില്ല, നിന്നെ കൊണ്ടെത്തിക്കുന്ന സ്ഥലത്ത് അതിനെ എത്തിക്കും. എന്ത് കണ്ടിട്ടാ നിൽക്കുന്നേ അറിയില്ല, പക്ഷെ ഒരു ദൂത നിന്നെ നിർത്തുന്നത്. എന്തുണ്ടായിട്ടാ നിൽക്കുന്നേ അറിയില്ല, പക്ഷെ ഒരു ദൂത നിന്നെ നിർത്തുന്നത്. ലൈവിൽ നിന്നെ കാണുന്നവരോട് സ്വർഗം പറയുന്നു, പ്രശംസിപ്പാൻ ഒന്നുമില്ല, പക്ഷെ ചില ദൂത നിന്നെ ഈ മാസവും നിർത്തിയേക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ ജയം. നിന്റെ മേൽ കിടക്കുന്ന ദൂതിന് ഭയങ്കര ശക്തിയാ. ഇന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കായി ഞാൻ കൈമാറാം. കപ്പലിനെ തകർക്കുന്ന ഈശാന മൂലനേക്കാൾ ശക്തിയാ നിന്റെ മേൽ ദൈവമിട്ടേക്കുന്ന ദൂത്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഈശാന മൂലനേക്കാൾ കരുത്ത നിന്റെ മേൽ കിടക്കുന്ന ദൈവിക വാഗ്ദത്തം വിശ്വസിക്കുന്നവർ അതെടുക്കട്ടെ. തൊടുക ദൈവശക്തി ചില ശരീരങ്ങളിലേക്ക്. മകത്വം തൊടുന്നു. ഈ അഭിഷേകം നിറയുക, ഈ സാന്നിധ്യം നിറയുക. ചിലത് തിരിച്ചറിയുന്നു ഈ പ്രതികൂലമല്ലെന്ന്. അഴിച്ചുവിട്ട പിശാചിനേക്കാൾ ബലമുണ്ട് എന്റെ മേൽ കിടക്കുന്ന ദൂതിന്. യേശുവിന്റെ നാമത്താൽ ജയം. ശക്തമായി പരിശുദ്ധാത്മാവ് ഇന്ന് പകലെ ഹോളിനകത്ത് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ ചിന്തിച്ചത് ഈശാനമൂലൻ വന്നു കഴിഞ്ഞാൽ ഇനി പൗലോസിന്റെ ദൂതിന് അർത്ഥമില്ലെന്നല്ലേ? പക്ഷെ ഇന്ന് സ്വർഗം തിരുത്തുകയാ. പൗലോസേ, ഈശാനമൂലനേക്കാൾ കരുത്തുണ്ടടാ നിന്റെ മേൽ ഞാനിട്ട ആ ദൂതിന്. നീ റോമയിൽ എത്തുമെന്ന് പറഞ്ഞാൽ ഒരു ഈശാനമൂലനും അതിനെ വഴിവെച്ച് പിടിക്കാൻ പറ്റത്തില്ല. മന്ത്രവാദങ്ങളും ആഭിചാരങ്ങളും നിനക്കെതിരെ തലപൊക്കിയാൽ സ്വർഗം നിന്റെ മേലിട്ടേക്കുന്ന ദൂതിന് പിടിച്ചു കെട്ടാൻ മറ്റൊരു ശക്തിക്കും കഴിയത്തില്ല. വിശ്വസിക്കുന്നവന്റെ തൊടുക ദൈവശക്തിയുടെ അസാധാരണമായ പരിവർത്തനങ്ങൾ ഈ പകലിൽ സംഭവിക്കുന്നു. ആത്മമണ്ഡലം തുറക്കട്ടെ, ദൈവശക്തി ചലിക്കട്ടെ. യേശുവിന്റെ മഹത്വം ഇന്ന് പകലി ഹോളിനകത്തും വ്യാപരിക്കട്ടെ. Wow, Holy Spirit, Hallelujah. എന്ത് ബലമിരിക്കുന്നു ഈ കടലിനെ ജയിക്കാൻ, എന്ത് കരുത്തിരിക്കുന്നു ഈ പ്രതികൂലത്തെ ജയിക്കാൻ. ഈ പൗലോസ് എന്ന 5 അടി പൊക്കമുള്ളവൻ എന്ത് കരുത്തിരിക്കുന്നു ഈ കപ്പലിനെ ജയിക്കാൻ. പക്ഷെ പൗലോസിന് പ്രശംസിപ്പാനൊന്നുണ്ട്. നിങ്ങൾ കാണുന്നതൊന്നും പ്രശംസിപ്പാൻ തക്കവണ്ണം എൻ്റെ കയ്യിലില്ലെങ്കിലും നിങ്ങൾ കാണാത്തൊരു ദൂത് എൻ്റെ തലമേൽ കിടക്കുകയാ. ഇന്ന് ആത്മാവ് ചിലതിനോട് പറയുന്നു, ചില ദൂത് നിനക്ക് പ്രശംസിപ്പാനുണ്ട്. ചില ദൂതുകൾ നിനക്ക് പ്രശംസിപ്പാനുണ്ട്. തൊടുക ആത്മസാന്നിധ്യം തൊടുക.
വൈഷസ് പ്രൗഢിബിരി ഘടക അർജുന രക്ഷസ് കമന ഘടക അന്തൽ കമന ഘടകസേ വൈഡ പ്രൗഢിബിരി ഘടകസേ അടക ക്ഷമന ഘടകസേ. യേശുവിന്റെ മഹത്വം ഇന്ന് പകൽക്കാലം ചലിക്കട്ടെ. ചില ദൂതുകൾ ഇന്ന് പകലിൽ ഇതിനകത്ത് നിനക്ക് വേണ്ടി സ്വർഗം റിലീസ് ചെയ്തത് അത് ശക്തിയോടെ ചലിക്കപ്പെടാൻ പോവുകയാണ്. Wow, Holy Spirit, Rikabala Shekiri Antinia, Rebel Proudamanagatago, Rachaskamanagatagasi. Amen. ഈ പറഞ്ഞല്ലോ പൗലോസിന്റെ കയ്യിൽ 5 കാശില്ല, അവന്റെ കയ്യിൽ ഒന്നുമില്ല. പക്ഷെ വലിപ്പം പറയാൻ ആകെയുള്ളത് ഒന്ന് മാത്രം. ഒരു ദൂത് കിടക്കുന്നുണ്ട്, നീ റോമയിൽ എൻ്റെ സാക്ഷിയാകണം. ചിലടത്തൊക്കെ നിർത്താൻ ദൈവം പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ വഴിയിൽ ആര് തടഞ്ഞാലും നീ നിൽക്കത്തില്ല. ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? ചിലടത്ത് നിൽക്കണമെന്ന് ദൈവം നിങ്ങളെക്കുറിച്ച് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ പറയാം, കൊടികെട്ടിയ മന്ത്രവാദി വഴിയിൽ ഭസ്മം വിരിച്ചാലും നീ നിഷ്പ്രയാസം മറികടന്നു പോകും. അത് നിന്നെ ദോഷമായി ബാധിക്കുകയില്ല, അത് നിന്നെ തൊടുകയില്ല. ആരുടെക്കോ ദൈവാത്മാവ് പറയുന്നു, അവരെന്തൊക്കെ വച്ച അതിര് വരച്ചാല് ദാവീദ് പറഞ്ഞതുപോലെ എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. ഈ സീസണിൽ ചില അതിരുകള്, ചില അതിർവരമ്പുകൾ പിശാച് വച്ചത് ചാടി കടക്കുന്ന ഒരു സീസൺ തുറക്കട്ടെ. ദൈവം അത് തുറക്കാൻ പോവാണ്, ദൈവം അത് ഓപ്പൺ ചെയ്യാൻ പോവാണ്. പിശാച് പറയും, ഈശാലമൂലൻ അടിച്ച പൗലോസെ നീ അവിടെ എത്തത്തില്ലടാ, കൊടുങ്കാറ്റടിച്ച നീ അവിടെ എത്തത്തില്ല. എൻ്റെ അണിയം ഞാൻ ഉറപ്പിച്ചിരിക്കുക, ഇനി കപ്പൽ ചലിക്കത്തില്ല. അഥവാ ചലിക്കുമെന്ന് തോന്നിയാൽ അമരം ഞാൻ ഉടയ്ക്കും. അതിനെ നിയന്ത്രിപ്പാൻ ഇനി അവിടെ ഒരു സാധനം കാണത്തില്ല. നിന്നെ മൊത്തത്തിൽ കടലിലിട്ട് ഒതുക്കാൻ ശ്രമിച്ചാൽ ഞാൻ നിങ്ങളോട് പറയാ, യോനായെ തക്ക സ്ഥലത്തെത്തിച്ച ദൈവമാ എൻ്റെയും ദൈവം. ഏത് ശക്തി നിന്നെ തടഞ്ഞാലും ഇന്ന് പകലിൽ ഞാൻ നിന്നോട് പറയാ, നിന്റെ കാലെവിടെ വയ്ക്കണമെന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ടോ അവിടെ തന്നെ അത് നിർത്തുവാൻ എൻ്റെ ദൈവത്തിന് ശക്തിയുണ്ട്. വിശ്വസിക്കുന്നവർ എൻ്റെ ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. Come on, receive the fire of God. Wow, wow, wow. Labra Shatana. യേശുവിന്റെ നാമത്താൽ ജയമെടുക്കുകയാണ്. ശക്തമായി പരിശുദ്ധാത്മാവ് പറയുന്നു, ആമേൻ. നമ്മിൽ പലരും ഈശാനമൂലൻ കണ്ടിട്ട് നമ്മിൽ പലരും ചിന്തിക്കുക, ഇനി അവിടെ എത്തത്തൊന്നുമില്ല. ഈശാനമൂലൻ കാണുമ്പോൾ പൗലോസ് ഉറപ്പിച്ചു പറയുന്ന കാര്യം, നിങ്ങളെന്തിന് പേടിക്കുന്നു? കപ്പലില്ലെങ്കിൽ കപ്പലിന്റെ പലക മതി, നമ്മൾ വാഗ്ദത്തങ്ങളിൽ കയറാൻ പോവുക. ഇന്ന് ആത്മാവ് ആരോട് പറയുന്നു? കപ്പല് കണ്ട് വാഗ്ദത്തത്തിലേക്ക് ചലിക്കരുത് എന്ന് വിശ്വസിക്കുന്നവന് ചില കച്ചിത്തുരുമ്പ് മതി, ചില വാഗ്ദത്തത്തിന്റെ കരയിലേക്ക് കാലി വയ്ക്കാൻ. എന്തോ ദൈവാത്മാവ് ചിലതിന്റെ മേൽ ഇട്ടു തരിക. ചില ശേഷിപ്പുകൾ കൊണ്ട് ദൈവം ചിലതിനെ വാഗ്ദത്തങ്ങളുടെ കരയിലേക്ക് Come on, come on, come on. Receive the power. Udagabala Shandal Kamana Vaishas Proudi Virigadaga. Adaga Rigatana Janagadaga Rachaskamanagadaga. Vaishas Proudi Virigadaga Regal Kamanagadaga. Say hallelujah. Amen. 27-ാം അധ്യായം ഞാൻ വായിക്കുമ്പോൾ അതിനകത്ത് കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗം അതിൻ്റെ 19-20 വാക്യത്തിൽ പറയുന്നു, വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റടിച്ചുകൊണ്ടും ഇരിക്കയാൽ ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും അറ്റുപോയി. ശ്രദ്ധിക്കണേ, ഈ വാക്യത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു പദം ഇതാണ്, രക്ഷപ്പെടുമെന്നുള്ള ആശ ഒക്കെയും അറ്റു. ഒരു ഹല്ലേലൂയ പറ. ആമേൻ.
രക്ഷപ്പെടുക എന്ന പദം ഒരു ചെറിയ പദമല്ല. ആമേൻ. അല്ലേ? എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെടുമ്പോഴല്ലാതെ ഇങ്ങനെ നമ്മൾ ആരും പറയത്തില്ല. എന്തെങ്കിലും വഴി ഉണ്ടെങ്കിൽ നമ്മൾ ആ വഴി അന്വേഷിക്കും. സകല വഴിയും അടഞ്ഞെന്ന് തോന്നുമ്പോഴാണ് നമ്മൾ പറയുന്നത് മിക്കവാറും നമ്മൾ രക്ഷപ്പെടാൻ സാധ്യതയില്ല. ഹല്ലേലൂയ. അല്ലേ? എല്ലാ വഴി അടയുമ്പോഴല്ലേ പറയുന്നത് മിക്കവാറും നമ്മളിതോടെ ഒതുങ്ങും, നമ്മളിതോടെ തീരും, ഇനി ആത്മഹത്യ വഴികൾ, രക്ഷപ്പെടാൻ ഒരു വകുപ്പുമില്ല. പലപ്പോഴും നമ്മളിത് നിങ്ങളുടെയൊക്കെ വായിന്ന് ചിലപ്പോൾ വന്നിട്ടുണ്ടാകാം. ചില സന്ദർഭങ്ങളിൽ ചോദിച്ച വ്യക്തികൾ ചിലപ്പോൾ കൈമടക്കി കാണിച്ചപ്പോൾ, വാതിലടച്ച് കാണിച്ചപ്പോൾ, പ്രതീക്ഷിച്ചവർ പലരും നമ്മളെ തള്ളിയപ്പോൾ നമ്മൾ പറയും ആശയെല്ലാം അറ്റുപോയി, ആശയെല്ലാം അറ്റുപോയി. ഇതല്ലേ ഈ വാക്യത്തിൽ കിടക്കുന്നേ? അവരുടെ ആശ രക്ഷപ്പെടുമെന്നുള്ള ആശയെല്ലാം അറ്റു. 275 പേർക്കും ആശയെല്ലാം അറ്റു. പക്ഷെ ഒരാൾക്ക് ഇപ്പോഴും ആശയുണ്ട്. ഗ്ലോറി. ആത്മാവ് ഇന്ന് പകരം ഇതിനകത്തൊരു കുടുംബത്തിനകത്ത് 5 പേരുണ്ടെങ്കിൽ എല്ലാവരുടെയും ആശ പോയാലും ആരെങ്കിലും ഒരാളിൻ്റെ അകത്ത് ആമേൻ വിശ്വാസത്താൽ ഒരാശ വെളിപ്പെടുവാണെങ്കിൽ ഞാൻ പറയാ സ്വർഗം അത് മാനിക്കാൻ പോവുക. എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി നീ കാണാൻ പോവുകയാ. രക്ഷപ്പെടത്തില്ലെന്ന സകലരും വിധി പറഞ്ഞപ്പോ പൗലോസ് എഴുന്നേറ്റ് എന്ന് പറയാ, പേടിക്കണ്ട, എനിക്കൊരാശയുണ്ട്, നിങ്ങളെല്ലാം രക്ഷപ്പെടും. ഓ ഹല്ലേലൂയ. ആമേൻ. കണ്ടോ? 275 പേരും പറയും ആശയെല്ലാം നഷ്ടപ്പെട്ടു. ചിലരൊക്കെ ആശയെല്ലാം നഷ്ടപ്പെട്ടിട്ട് ഇതിനകത്ത് ഇരിക്കുന്നവർ കണ്ടു. ഇനിയിപ്പോൾ എനിക്ക് വേറെ ആശയൊന്നുമില്ല, എല്ലാം പോയി, എല്ലാം കഴിഞ്ഞു, ഇത്രയും പ്രതിസന്ധിയുടെ ഇടയിൽ ഇനി എനിക്കെങ്ങനെ ജീവിക്കാനാ എന്നൊക്കെ ചിന്തിച്ച് എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് ആരെങ്കിലുമൊക്കെ ഇതിനകത്ത് കാണുന്നുണ്ടാകാം. അഭിഷേകമുള്ള ഒരാളെങ്കിലും നിൻ്റെ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ പറയാം ആശ അവനിലൂടെ പുറത്തു വരാൻ പോവുക, രക്ഷ അവനിലൂടെ വെളിപ്പെടാൻ പോവുക. ആത്മാവ് അതിശക്തമായിട്ട് ഇന്ന് പകൽ പറയുന്നു, അഭിഷേകമുള്ള വ്യക്തിയാണ് നീ എങ്കിൽ ആമേൻ സാഹചര്യങ്ങൾ ആമേൻ കെടുത്തിക്കളഞ്ഞ ചില ആശകൾക്ക് പകരമായി സ്വർഗം പറയുന്നു നിനക്ക് ദൈവം ചില പുതിയ പ്രത്യാശകളെ തരാൻ പോവുക. 275 പേർക്കും ഇല്ലാത്ത ഒരു പ്രത്യാശ നിന്റെ അകത്ത്, അഭിഷേകമുള്ള നിന്റെ അകത്ത്, ഓ ദൈവശക്തി പ്രാപിച്ച നിന്റെ അകത്ത് ദൈവം തരാൻ പോവുക. നീ പറയുന്ന വാക്കുകൾ ആശയറ്റവർക്ക് ആശ കൊടുക്കാൻ പോവുകയാ. ഓ ശന്തന റികൽക്കമന ഘടക വൈഷസ് പ്രൗഢി ബിരിഘടക അടകബ രാന്ധന റീബൽ പ്രൗഢി മിനി ഘടകസേ. നിന്റെ വാക്ക് ആശയറ്റവർക്ക് ആശ കൊടുക്കാൻ പോവുക. ഏയ് കയ്യിലൊന്നുമില്ല, കരുത്തിലൊന്നുമില്ല, പക്ഷേ അഭിഷേകമുള്ളവന്റെ ശബ്ദം 275 പേരെ രക്ഷപ്പെടുത്താൻ കഴിയുന്ന ഒരു ശബ്ദമായി. ഓ എന്തോ ദൈവാത്മാ പറയുന്നു, നിന്റെ വാക്കുകൾ നിന്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തും, നിന്റെ വാക്ക് നിന്റെ ദേശത്തെ രക്ഷപ്പെടുത്തും, നിന്റെ വാക്ക് നിന്റെ പട്ടണത്തെ ഓ ഓ ഓ ഓ പിടിക്കാൻ കഴിയുന്നവരാ ദൂത ഇന്ന് പകൽ സ്വീകരിച്ചോ. നിന്റെ ശബ്ദം ഓ ഓ യെസ് 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 ആശയറ്റുപോയ ഒരു ജനറേഷന് നിന്റെ ശബ്ദം എഴുന്നേൽപ്പിക്കാൻ പോകുക. ഓ അഭിഷേകം തൊടുന്നു, ഈ അഭിഷേകം തൊടുന്നു, ഈ അഭിഷേകം തൊടുന്നു, അഭിഷേകം തൊടുന്നു. ചില ശരീരങ്ങളിലേക്ക് ദൈവശക്തി വന്ന് നിറയുക, നിറയുക. പിടിച്ചോ. ഓ ഓ ഓ പകർച്ച സംഭവിക്കുന്നു, പകർച്ച സംഭവിക്കുന്നു, പകർച്ചകൾ സംഭവിക്കുന്നു. ഓ പിടിച്ചടക്കാൻ കഴിയാത്ത ഒരു ആത്മശക്തിയുടെ പകർച്ച ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്, വ്യാപരിക്കുന്നുണ്ട്, വ്യാപരിക്കുന്നുണ്ട്. നിന്റെ വാക്കിന്റെ ബലം നീ അറിയാൻ പോവുക, നിന്റെ വാക്കിന്റെ ശക്തി നീ അറിയാൻ പോവുക, നിന്റെ വാക്കിന്റെ കരുത്ത് നീ കാണാൻ പോവുക. അഭിഷേകമുള്ള നിന്റെ വാക്കിന് കരുത്തുണ്ടെന്ന് നിന്നെ തളച്ചവരും നിനക്ക് വിധി പറഞ്ഞവരും നിനക്ക് എതിരെ നിന്നവരും കാണാൻ പോവുകയായി സീസണ്. ഓ ശരധാരധേരേ റീബൽ പ്രൗഢവരഗജേ
അത്യുര ബലബല റിബല ശന്തൽ കമനബ രഗജേ വൈഡം ചാന ധേരെ റീവ ശമനബ രഗജേ. എവിടേക്കോ ദൈവാത്മാവ് അതിശക്തിയോടെ ഇതിനകത്ത് ചലിക്കുന്നുണ്ട്. ചിലരുടെ ശബ്ദം ദൈവം ഉപയോഗിക്കാൻ പോവുക. പെരുങ്കാറ്റിനെ കീറിമുറിച്ച ഈശാനമൂലനെ കീറിമുറിക്കാൻ കരുത്തുള്ള ശബ്ദം അഭിഷിക്തന്മാരുടെ കയ്യിൽ, അഭിഷിക്തകളുടെ കയ്യിൽ ദൈവം റിലീസ് ചെയ്യാൻ പോവുക. Oh, now take the fire. തൊടുക തൊടുക തൊടുക. ഈ അഭിഷേകത്തിന്റെ തീ ചിലരുടെ ശബ്ദത്തെ തൊടുന്നു 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 തൊടുന്നു. Receive the fire. തൊടുക തൊടുക തൊടുക. അനോയിന്റിംഗ് ചലിക്കട്ടെ, അനോയിന്റിംഗ് ചലിക്കട്ടെ, അനോയിന്റിംഗ് ചലിക്കട്ടെ. ഈ അഭിഷേകം ചലിക്കട്ടെ, ഈ ദൈവശക്തി ചലിക്കട്ടെ. Receive the fire of God. Oh, labra shandana റീബൽ പ്രൗഢി ബിരികടക അക്ഷസ് കമനകടകസേ. യേശുവിന്റെ നാമത്താൽ ജയ, യേശുവിന്റെ നാമത്താൽ ജയ. വാവ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. വാസ്തവമായിട്ട് ഞാൻ പറയാം, ആമേൻ. ഒരു ഈശാനമൂലൻ, കൊടുങ്കാറ്റെന്ന ഈശാനമൂലൻ അടിച്ചപ്പോ കപ്പല് തകർത്തു. ഇവര് മൊത്തം പേടിപ്പിച്ചത് ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റ. വീശിയടിച്ച കൊടുങ്കാറ്റും തിരമാലയുടെ ശബ്ദവും കൊണ്ട് പേടിപ്പിക്കുമ്പോ 276 പേരുടെ ഇടയിൽ നിന്ന് ഒരുവന്റെ ശബ്ദം തിരിച്ചു വരുന്നു. പേടിക്കണ്ട, പേടിക്കണ്ട, പേടിക്കണ്ട. കയ്യിലൊന്നും ഇല്ല കേട്ടോ. വാസ്തവത്തിൽ അവൻ അപ്പം നിൽക്കുന്നത് തടവ് പുള്ളിയാട്ടാ. നിന്റെ ജീവിത സാഹചര്യത്തിൽ ഒന്നും കാണത്തില്ല. നിന്റെ ജീവിത സാഹചര്യം ഒരു തടവുകാരനെ പോലെ ആയിരിക്കാം. ജീവിത സാഹചര്യം നോക്കിയാൽ ഒന്നും ഉണ്ടെന്ന് പറയാനില്ല. പക്ഷെ ഇന്ന് പകലിൽ 275 പേരുടെ നടുവിൽ നിന്നുണ്ട് ഒരുത്തൻ പറയുന്നു, ആമേൻ, ഭയം വേണ്ട. ഈശാനമൂലം നിങ്ങളെ വിഴുങ്ങാൻ തക്കവണ്ണം വീശുമ്പം, തിരമാലകൾ നിങ്ങളെ മുക്കാൻ തക്കവണ്ണം വെല്ലുവിളിക്കുമ്പോൾ ഒരുവൻ പറഞ്ഞു, ഇതിനെ രണ്ടിനെയും കീറി മുറിച്ചുകൊണ്ട് നമ്മൾ കരയ്ക്ക് കയറാൻ പോവുക. സാഹചര്യങ്ങൾ നോക്കിയല്ല നീ സംസാരിക്കേണ്ടത്, സിറ്റുവേഷൻ നോക്കിയല്ല നീ ഇടപെടേണ്ടത്. നിന്റെ അകത്താഭിഷേകമുണ്ടെങ്കിൽ നീ പറ. ഒരു വശത്ത് ഈശാനമൂലനും മറുവശത്ത് തിരമാലകൾ നിന്നാലും ഞാൻ രക്ഷപ്പെടും, ഞാൻ കയറും. ഓ യെസ്, നിന്റെ വോയിസ് തിരമാലകളെ അടക്കാൻ പോവുക. നിന്റെ ശബ്ദം ഈശാനമൂലന്റെ ഗതി തിരിക്കാൻ പോവുക. ഇൻ ദ മൈറ്റി പവർ. ഓ, എവിടേക്ക് മഹത്വം വെളിപ്പെടുന്നു. ആയിരിക്കും ദൈവം തൊടുക എന്ന്. യേശുവിന്റെ നാമം ജയം. ഇന്ന് പകല മഹത്വം വെളിപ്പെടുന്ന പകൽ. ആത്മാവ് അതിശക്തമായി പറയുന്നു, പ്രതികൂലം എത്ര ശക്തമാണെങ്കിലും അഭിഷേകമുള്ളവന്റെ ശബ്ദം ചില തിരകളെ കീറാൻ പോവുക. ചില ഈശാനമൂലെന്ന കൊടുങ്കാറ്റിന്റെ ഗതി തിരിക്കാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ ജയം. ഓ ഹോ 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 ഹോ. ഉടമാലശൈഡവരാധരവൈഡൽ കമനവരം തുരവരവര ദീപക്ഷമനവ അത്തുൽ കമന റിമനശാര വൈഡം ചാരേ. ആത്മാവ് ശക്തമായിട്ട് ഇന്ന് പകലിൽ സംസാരിക്കുക. ആമേൻ. ഇന്ന് പകൽ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും പോയപ്പോ ഒരാൾ പറയുക രക്ഷപ്പെടും. 275 പേരും പറഞ്ഞു നമ്മളെല്ലാം മുങ്ങും. പക്ഷെ ഒരാൾ പറയുന്നു മുങ്ങത്തില്ല, നമ്മൾ പൊങ്ങും. ഇന്ന് അഭിഷേകമുള്ളവന്റെ വാക്കിനാ വില. കഴിഞ്ഞ 5-8 ദിവസങ്ങളായി ഇവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അവർക്കേ അറിയാവൂ. പക്ഷെ പൗലോസിനൊരു കാര്യം ഉറപ്പുണ്ട്, നിങ്ങളുടെ വാക്കുകളെല്ലാം ആശയറ്റു പോകുമ്പോൾ എൻ്റെ വാക്ക് ആശയറ്റു പോകുന്ന വാക്കല്ല, നിന്നെ കരക്കെത്തിക്കുന്ന വാക്കാ. ഇന്ന് അഭിഷേകമുള്ള ചിലതിനോട് സ്വർഗം പറയുന്നു, നിന്റെ വാക്ക് ചില കുടുംബങ്ങളെ കരക്കെത്തിക്കും. നിന്റെ ശബ്ദം ചില തലമുറകളെ കരകയറ്റുന്ന ശബ്ദം. നിന്റെ വാക്ക് കുടുംബനാഥനെ രക്ഷപ്പെടുത്തുന്ന ശബ്ദം. നിന്റെ വാക്ക് ദേശത്തിനകത്ത് പലതിനെയും രക്ഷിക്കുന്ന ശബ്ദം.
മകത്വം തൊടട്ടെ. ദൈവശക്തിയുടെ വലിയ പകർച്ച തൊടുകയാ. നിന്റെ ശബ്ദം ദൈവത്തിന് ആവശ്യമുണ്ട്. നിന്റെ ശബ്ദം ദൈവത്തിന് വേണം. നിന്റെ ശബ്ദം ദൈവം തൊടണം. നിന്റെ ശബ്ദം പട്ടണങ്ങൾക്ക് വേണം. നിന്റെ ശബ്ദം ദേശത്തിന് വേണം. നിന്റെ ശബ്ദം ഈ അഭിഷേകം തുറന്നു. ഫയർ! ഈ അഭിഷേകത്തിന്റെ തീ ചില ശരീരങ്ങളിൽ ഫയർ! യേശുവിന്റെ നാമത്താൽ ജയം. നിന്റെ ശബ്ദം ദൈവത്തിന് വേണം. നിന്റെ വോയിസാ ദൈവത്തിന് വേണ്ടത്. 275 പേര് പറയുന്ന വാക്കല്ല, അഭിഷേകമുള്ളവന്റെ വാക്ക്. വാവ്! 275 പേര് പറയുന്ന വാക്കല്ല, അഭിഷേകമുള്ളവൻ പറയുന്ന വാക്ക്. നിന്റെ വാക്ക് സയൻസിന് വിരുദ്ധമായിരിക്കും. നിന്റെ വാക്ക് ഫിസിക്സിന് വിരുദ്ധമായിരിക്കും. നിന്റെ വാക്ക് മെഡിക്കൽ സയൻസിന് വിരുദ്ധമായിരിക്കും. പക്ഷെ ഇന്ന് അഭിഷേകമുള്ളവന്റെ വാക്ക് ദേശത്ത് ചിലതൊക്കെ ചെയ്യാൻ പോവുക. വിശ്വസിക്കുന്നവരുടെ സ്വർഗം പറയുന്നു, ശാസ്ത്രത്തിനും അപ്പുറം, സയൻസിനും അപ്പുറം, മെഡിക്കൽ സയൻസിനും അപ്പുറം ചിലതൊക്കെ ചെയ്യാൻ അഭിഷേകമുള്ളവന്റെ വാക്കിന് കരുത്തുണ്ട്. അഭിഷേകം തുറക്കട്ടെ. അത്തക്ഷമനം വൈഡം ചാനം തേര വൈഡൽ പ്രൗഢേ. ഹല്ലേലൂയ, ആമേൻ. നശിക്കുമെന്ന് വീട്ടുകാർ മൊത്തം പറയുമ്പോഴും അഭിഷേകമുള്ള നിങ്ങൾ പറയണം രക്ഷപ്പെടുമെന്ന് പറയണം. നശിക്കുമെന്ന് മൊത്തം പറയുമ്പോഴും ബ്രദറെ അഭിഷേകമുള്ള നിങ്ങൾ പറയണം രക്ഷപ്പെടുമെന്ന് പറയണം. കാരണം നിങ്ങളുടെ വാക്കിലാ കാര്യമിരിക്കുന്നത്. അവര് പറയുന്നത് കേൾക്കാനല്ല, അഭിഷേകമുള്ളവന്റെ നാവ് തുറക്കാൻ സമയമായി. കേട്ടതും മതി. 275 പേരുടെ ഭയവും നിന്റെ വാക്കിന്റെ മുൻപിൽ. നിന്റെ വാക്കിന്റെ മുൻപിൽ ചിലരുടെ ഭയം മാറാൻ പോവുക. കുഞ്ഞെ, ഭയം മാറാൻ പോവുക. ഭയപ്പെട്ടിരിക്കുന്ന കുടുംബങ്ങൾ, ആത്മഹത്യ ചെയ്യണം ചിന്തിച്ചിരിക്കുന്ന കുടുംബങ്ങൾ നിന്റെ വാക്കിന്റെ മുൻപിൽ എന്തോ രക്ഷപ്പെടാൻ തൊടുന്നു. ഫയർ! തീ തൊടുന്ന പോലെ ദൈവശക്തി ഇപ്പോൾ ശരീരങ്ങളിലേക്ക് പടർന്നു കയറട്ടെ. റിസീവ് ഫയർ! യേശുവിന്റെ മഹത്വം ചലിക്കട്ടെ. ഈ അഭിഷേകത്തിന്റെ തീ ചില ശരീരങ്ങളിൽ നിറയപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കുകയാണ്. യേശുവിന്റെ നാമത്താൽ ഞങ്ങൾ ജയമെടുക്കുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ. നിങ്ങളുടെ വാക്കിന വില അവൻ പറയുന്നു നോക്കല്ലേ. കപ്പിത്താൻ പറയുന്നു നോക്കരുത്. കപ്പലുടമ പറയുന്നു നോക്കരുത്. അമരത്തിരിക്കുന്നവൻ പറയുന്നു നോക്കരുത്. ഇന്ന് ഗതി തിരിയും. പരിശുദ്ധാത്മാവ് പറയുന്നു അഭിഷേകമുള്ളവന്റെ വാക്കിന് വില വരാൻ പോവുക. അഭിഷേകമുള്ളവന്റെ വാക്കിന് വിലയുണ്ടെന്ന് തെളിയാൻ പോവുക. സകലതും ആശ്രയറ്റുപോയെന്ന് വിളിച്ചു പറയുന്ന സന്ദർഭത്തില് നിന്റെ ശബ്ദത്തിന് വിലയുണ്ടെന്ന് സ്വർഗം തെളിയിക്കുന്നു. നിന്റെ ശബ്ദത്തിന് നിന്റെ ശബ്ദത്തിന് വിലയുണ്ടെന്ന് ദൈവം തെളിയിക്കാൻ പോവുകയാ. യേശുവിന്റെ നാമത്താൽ ജയം. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്.
ലാം ഷതേനി റഗൽ കമനഗടഗ ഷൈഡ പ്രൗഡിബിരിഗടഗ റോച്ചസ് കമനഗടഗസേ. In the mighty name of Jesus. ഹല്ലേലൂയ. നിന്റെ വാക്കിന് ശക്തിയുണ്ടെന്ന് ദൈവം തെളിയിക്കും. നീ തടവുകാരനായത് കൊള്ളാം, നീ എവിടേക്കോ പൂട്ടപ്പെട്ടത് കൊള്ളാം, പക്ഷെ നിനക്കുമുണ്ടൊരു സമയം. സ്വർഗം പറയും, നിന്ദിക്കപ്പെട്ടത് കണ്ടു ദൈവം, പരിഹസിക്കപ്പെട്ടത് കണ്ടു ദൈവം, പക്ഷെ നിങ്ങൾക്കുമുണ്ടൊരു സമയം. അഭിഷേകമുള്ളവനുമുണ്ടൊരു സമയം. നിന്റെ കയ്യിൽ ചില അമരത്തെ തമ്പുരാൻ തരും, ചില അമരത്തെ തമ്പുരാൻ തരും. ആത്മാവ് ശക്തമായി പറയുന്നു, നിന്റെ കയ്യിൽ ചില കൺട്രോളുകൾ ദൈവം തരും. വിശ്വസിക്കുന്നവർ ഇന്ന് പകൽ സ്വീകരിക്കേണ്ട സമയമാ. ഓ നിന്റെ കരത്തിൽ ദൈവം തരും. വാവ്, വിശ്വസിക്കാൻ പറ്റും നിനക്ക്? കപ്പലിന്റെ അമരം പിശാച് ഉടയ്ക്കുമ്പോ 275 അമരം പൗലോസ് ഏറ്റെടുക്കുക. ഒരു ചെറിയ ചിന്ത, ഈ കപ്പലിന്റെ മൊത്തം അമരവും തിരമാല കൊണ്ടുടയുമ്പോ 275 പേരുടെ കൺട്രോളും പൗലോസ് ഏറ്റെടുക്കുകയാണ്. ഇന്ന് പരിശുദ്ധാത്മാവിൽ ആരോടൊക്കെ ഞാൻ സംസാരിക്കുന്നു, നിന്റെ വീടും പറമ്പും മൊത്തം പോയാലും ആത്മാവ് നിന്നെ കൈവിടുകയില്ല. നിനക്കുള്ള മുഴുവൻ സമ്പാദ്യവും നഷ്ടപ്പെട്ടെന്ന് തോന്നിയാലും പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ കൺട്രോൾ ഇനി സാത്താനല്ല, ദൈവം ഏറ്റെടുക്കാൻ പോവുകയാ. മരണത്തെ കുറിച്ച് ചിന്തിക്കാനല്ല, നിനക്കും ഒരു രക്ഷ എന്റെ ദൈവം ഒരുക്കാൻ പോവുകയാ. Oh, yes, 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 yes. Holy power, holy power, holy power. നിന്റെ വീടിനകത്തും ഒരു രക്ഷ എന്റെ ദൈവം ഒരുക്കാൻ പോവുകയാ, ഒരുക്കാൻ പോവുകയാ. വിശ്വസിക്കുന്നവരുടെ മേൽ മഹത്വം ചലിക്കട്ടെ, മഹത്വം ചലിക്കട്ടെ. Receive the fire of God. ഉടകബല ശാന്തന റീഗൽ പ്രൗഢമനഘടക അധുന രക്ഷസ്കമനഘടക ഷൈഡ പ്രൗഢിബിരിഘടകസേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായി പരിശുദ്ധാത്മാ പറയുന്നു, ഇന്ന് പകലിലെ ഹോളിനകത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. കയ്യിലൊന്നുമില്ലെങ്കിലും അഭിഷേകം ചിലതിൻ്റെ കൺട്രോൾ നിങ്ങളിൽ ഏൽപ്പിക്കാൻ പോവുക. നീ മാത്രമല്ല രക്ഷപ്പെടാൻ പോകുന്നത്, നീ ഒരു കൂട്ടം പേരെ രക്ഷിക്കാനുള്ളവനാ. കാണുന്നവർക്ക് നീ സാധാരണക്കാരിയാ, കാണുന്നവർക്ക് നീ സാധാരണക്കാരനാ, കാണുന്നവർ പറയും നീ തടവുകാരനാ. പക്ഷെ പൗലോസേ, ഗതി മാറും. ആമേൻ. ശത്രു മുക്കിക്കളയാൻ വച്ചേക്കുന്ന 275 നീ രക്ഷപ്പെടുത്തും. ഓ, നീ രക്ഷപ്പെടുത്തും, നീ രക്ഷപ്പെടുത്തും. Come on. Yes, 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 yes. ശത്രു മുക്കിക്കളയാൻ വച്ചേക്കുന്ന ചിലതിനെ നീ രക്ഷപ്പെടുത്തും. ഓ ഓ, എന്ന കൃപയാ പൗലോസേ നിന്റെ മേൽ. ഇന്ന് പകലിൽ 1-2 പേരല്ല, ആത്മാവിൽ ഞാൻ പ്രവചിക്കുകയാണ്. ഒരു സമൂഹത്തെ തന്നെ രക്ഷയിലേക്ക് നയിക്കാൻ നിന്റെ അഭിഷേകത്തിന് കരുത്തു വരാൻ പോവുക, കരുത്തു വരാൻ പോവുക. ഓ, പിടിച്ചോളെ, പിടിച്ചോളെ. ഓ ഓ, ഫയർ. ഒരു സമൂഹത്തെ തന്നെ രക്ഷയിലേക്ക് വരുത്താൻ നിന്റെ മേൽ കിടക്കുന്ന അഭിഷേകത്തിന് ബലം വരാൻ പോവുക. ഓ ഓ, ഹോളി ഫയർ. ലബാ ഷെകേനി റീമാന ഷെകേനിയ റീബൽ കമനഗഡഗസി വൈഷസ് പ്രൗഢിബിരിഗഡഗ അർജുന റഗൽ കമനഗഡഗസി വൈഷസ് പ്രൗഢിബിരിഗഡഗസി അർജുന റഗൽ കമനഗഡഗസി. യേശുവിന്റെ നാമത്തിൽ ജയ. ശക്തമായി പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഇതിനകത്ത് കൈമാറുക, ഒരു സമൂഹത്തെ രക്ഷിപ്പാൻ. ഓ, ഞാനിത് പറയുമ്പോൾ തന്നെ ചിലരുടെ അകത്ത് കിടക്കുന്ന അഭിഷേകം അങ്ങനെയുള്ള നിയോഗങ്ങളുടെ അഭിഷേകമായി മാറും. നീ മാത്രമല്ല നിന്റെ ദേശത്തെ രക്ഷപ്പെടാൻ പോകുന്നത്,
നീ എന്ന ഒറ്റയൊരുത്തൻ കയ്യിലൊന്നുമില്ലെങ്കിലും തകർന്നു പോകുന്ന, മുങ്ങാൻ പോകുന്ന, മരണത്തിലേക്ക് പോകുന്ന ഒത്തിരി കുടുംബങ്ങൾ നിന്റെ അധരത്തിൽ നിന്ന് പുറത്തു വരുന്ന വാക്കിലൂടെ രക്ഷപ്പെടാൻ അഭിഷേകം സ്വീകരിക്കുക. ദൈവശക്തി ഇപ്പോൾ നിന്റെ മേൽ പകരട്ടെ. മകത്വം തൊടുന്നു. നിയോഗങ്ങളുടെ ശക്തി നിന്റെ മേൽ ദൈവം ഇടുക. നിയോഗങ്ങളുടെ ശക്തി ദൈവം നിന്റെ മേൽ കൈമാറുക. നിയോഗങ്ങളുടെ ബലം നിന്റെ മേൽ ഇടുക. നിയോഗങ്ങളുടെ ശക്തി. Yes, that's the fire of God. In mighty anointing യേശുവിന്റെ മഹത്വം ചലിക്കുന്നു. ലൈവിൽ എന്നെ കാണുന്നവരുടെ മേൽ ഈ അഭിഷേകം ചലിക്കുന്നുണ്ട്. ഇരിക്കാൻ കഴിയാത്ത അനോയിന്റിങ് ചില ശരീരങ്ങളിൽ വെളിപ്പെടുക. നീ ഓഫീസിലായിരിക്കാം, നീ വീട്ടിനകത്തായിരിക്കാം, നീ ജോലി സ്ഥലത്തായിരിക്കാം, എവിടേക്കോ നിന്റെ മേൽ അനോയിന്റിങ് വ്യാപരിക്കുന്നു. നിന്റെ മേൽ അഭിഷേകം ഇറങ്ങുന്നു. അസാധാരണ ദൈവിക സാന്നിധ്യം ഒരു തീ ചലിക്കുന്ന പോലെ നിങ്ങൾ ഇരിക്കുന്നിടത്തേക്ക് സ്വർഗം റിലീസ് ചെയ്യുന്നു. Take the fire. Labala shada rakamada ribana shandal kamanagadaga ribat shamanagadaga shaida proudi bidigadaga. Say hallelujah. Glory. അമരം ഉടഞ്ഞപ്പോ പിശാചി ചിന്തിച്ചതെല്ലാം തകർന്നെന്നാണ്. പ്രതീക്ഷയെ എല്ലാം തകരുന്ന നിലവാരത്തിൽ അമരത്തെയും കപ്പലിനെയും ഉടച്ചപ്പോ പിശാചി ചിന്തിച്ചു പണിയെല്ലാം തീർന്നു. ചില വീടുകളെ നോക്കിയ പിശാചി പണി തീർത്തിട്ടേക്കുക. അവിടെയാ പ്രിയമുള്ളവരെ അഭിഷേകമുള്ളവൻ പണി തുടങ്ങുന്നത്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിച്ചാൽ മതി കേട്ടോ. ആമേൻ. ചില വീടുകൾ നോക്കിയാൽ പിശാച് പണി തീർത്തിട്ടേക്കുക. ഒരു പ്രതീക്ഷയുമില്ല. നേരത്തെ വായിച്ചോളെ എല്ലാ ആശയും പോയി. എന്നാൽ അവന്റെ ഇടയിൽ അഭിഷേകമുള്ളവന്റെ വർക്ക് തുടങ്ങുന്നേ. ആത്മാവ് ഇതിനകത്തും ശക്തിയോടെ പ്രവചിക്കുന്നു. ദേശത്തങ്ങനെ പിശാച് പണി തീർത്തെന്ന് പറഞ്ഞ ചില കുടുംബങ്ങൾക്കകത്ത് ചില രക്ഷയുടെ പണി തുടങ്ങാൻ ഇന്നു പകലിൽ മഹത്വം ഇതിനകത്ത് വെളിപ്പെടുക. ദൈവശക്തിയെ സ്വർഗം ഇതിനകത്ത് റിലീസ് ചെയ്യട്ടെ. നിറയുക. റിബല ഹദല ജലഘടക റിഗദൽ പ്രൗഢി ബിരിഘടക രക്ഷസ്കമനഘടക വൈഷസ് പ്രൗഢമനഘടക റഗൽ കമനഘടകസേ. ആമേൻ. ഓ റാബാ ഷെകേറിയം തേനിയ റീബൽ പ്രൗഢമനഘടക റഗൽ കമനഘടകസേ. കപ്പലെല്ലാം ഉടഞ്ഞു. ഓരോന്നോരോന്നായി വെള്ളത്തിലേക്ക് പോകാൻ തുടങ്ങി. ഓരോന്നോരോന്നായി നശിക്കാൻ തുടങ്ങി. അപ്പോൾ സ്വർഗം പറയുക പൗലോസിനോട്, പൗലോസെ പേടിക്കണ്ട, കപ്പല് പോയെങ്കിൽ പോട്ടെ, നീ വായി തുറന്ന് പറ, പലകമേലും കണ്ണങ്ങളുടെ മേലും പിടിക്കാൻ കഴിവുള്ളവരൊക്കെ ഒന്ന് പിടിക്കാൻ. ഗ്ലോറി. കപ്പല ഇതുവരെ എല്ലാവരുടെയും പ്രതീക്ഷ. പക്ഷെ കപ്പല് പോയപ്പോൾ എല്ലാവരുടെയും പ്രതീക്ഷ പോയി. എന്നാൽ അഭിഷേകമുള്ളവൻ പറഞ്ഞു, ഇച്ചിരി കച്ചിത്തുരുമ്പ് നമ്മുടെ മുമ്പിൽ കിടക്കുന്നു, കിട്ടുന്നവനൊക്കെ ആദ്യം പിടിച്ചോ, രക്ഷപ്പെടാൻ പോവുക. ആത്മാവിൽ ഞാൻ നിങ്ങളോട് പറയുക, അഭിഷേകമുള്ളവൻ പറയുന്ന വാക്ക് ചില പലക കണ്ടമാണേലും വിശ്വാസത്തോടെ പിടിക്കാൻ കരുത്തു കാണിച്ചാൽ നഷ്ടപ്പെട്ടു പോയ സകലതിനെയോ നീ തിരിച്ചു പിടിക്കും. ഈ അഭിഷേകത്തിന്റെ അഗ്നി ചില ശരീരങ്ങളിലേക്ക് തീ പോലെ തൊടുകാണ് അസാധാരണമായ ദൈവശക്തി ശരീരങ്ങളുടെ നിറയുക. സഹോദരിമാരുടെ മേൽ പകരുക.
നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. വൈഡമാന ശന്തൽ കമനഘടകസി അടകക്ഷമനഘടകസി. ചില കച്ചിത്തുരുമ്പുകൾ മതിയെന്ന് 2025 ചിലതിനെ രക്ഷപ്പെടുത്താൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആമേ പറഞ്ഞാൽ മതി. നിനക്ക് ദുബായിലെ വഴി തുറന്നില്ലെങ്കിലും, നിനക്ക് വലിയ കമ്പനിയുടെ വാതിൽ ഓപ്പൺ ആയില്ലെങ്കിലും, ചില കച്ചിത്തുരുമ്പ് നിന്റെ കയ്യിൽ തമ്പുരാൻ തരും. അഭിഷേകമുള്ളവർ പറയുന്ന വാക്ക് നീ അനുസരിക്കാമെങ്കിൽ അത് മതി, നീ രക്ഷപ്പെടും. ഓ ശക്തമായി ദൈവാത്മാവ് ഇന്ന് പകലിൽ പറയുന്നു. പിശാച് പറയും കപ്പലുടച്ചോ, അമരം തകർത്തോ, ഇനി ആർക്കും ഓടിക്കാൻ പറ്റത്തില്ല, ഇനി ഒരു പ്രതീക്ഷയുമില്ല. എന്നാൽ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ഞാൻ പറയാ, സ്വർഗത്തിന് ഇനിയും ചില പ്രതീക്ഷകളുണ്ട്. അവൻ ഉടച്ചെടുത്തെന്ന് ദൈവം പണിയും, അവൻ തകർത്തെടുത്തെന്ന് കർത്താവ് പണിയും. ആത്മാവ് ശക്തമായി ഇന്ന് പകൽ ആരോട് സംസാരിക്കുന്നു? എല്ലാം ഉടച്ചെന്ന് കരുതി അവൻ വീരവാദം മുഴക്കുമ്പോഴും ചണ്ടി കൂമ്പാരങ്ങളിൽ നിന്ന് ചിലതിനെ പണിയാൻ എൻ്റെ ദൈവത്തിന് ശക്തിയുണ്ട്, ശക്തിയുണ്ട്, ശക്തിയുണ്ട്. ഓ ചണ്ടിക്കൂമ്പാരങ്ങളിൽ നിന്ന് ചിലതിനെ പണിയാൻ ദൈവത്തിന് ശക്തിയുണ്ട്. ഓ ചിലരുടെ ശബ്ദം ദൈവം ഉപയോഗിക്കാൻ പോവാ. ഓ ചിലരുടെ ശബ്ദം ദൈവം ഉപയോഗിക്കാൻ പോവാ. ഞാൻ വെറുതെ പറയുവല്ല. അമരം ഉടയട്ടെ, കാശ് പോകട്ടെ, പക്ഷെ നിന്റെ വായിൽ നിന്ന് പുറത്തു വരുന്ന വോയിസ് ചിലതിനെ കരകയറ്റുന്ന വോയിസായി മാറും. ചിലതിനെ കരകയറ്റുന്ന ശബ്ദമായി മാറും. വിശ്വസിക്കാൻ തയ്യാറാണോ? ആത്മാവ് നിങ്ങളുടെ മേൽ ഇന്ന് പകൽ ചലിക്കപ്പെടാൻ പോകുക. നീ പറയുന്ന വാക്ക് വൃഥാ വാക്കല്ല, നീ പറയുന്ന വാക്ക് വെറും വാക്കാകത്തില്ല. നീ പറയുന്നത് അതുപോലെ. ഓ ഓ come on, come on, come on. ശക്തമായി ദൈവാത്മാവ് ഇടപെടുന്നു ചില വ്യക്തികൾക്ക് വേണ്ടി. നിന്റെ ശബ്ദം അതുപോലെ സംഭവിക്കും, നിന്റെ വാക്കുകൾ അതുപോലെ, നീ കൽപ്പിച്ചാൽ അതുപോലെ, നീ പറഞ്ഞാൽ അതുപോലെ, നീ പറഞ്ഞാൽ അതുപോലെ. Wow, Holy Spirit. Labra shekeni anteni ribala hadal kamanagadaga shaidam janatharamanagadagase. Come on. ആത്മാവിൽ ഞാൻ നിങ്ങളോട് പ്രവചിക്കുകയായിരുന്നു. ആമേൻ. കാഴ്ചയ്ക്ക് നിങ്ങൾ ഒന്നും അല്ലായിരിക്കും, പക്ഷെ നിന്റെ ശബ്ദം പട്ടണത്തെ പിടിച്ചു കുലുക്കും. കാഴ്ചയ്ക്ക് നിന്റെ കൈവശം ഒന്നുമില്ല, പക്ഷെ നിന്റെ ശബ്ദം ദേശങ്ങളെ ഇളക്കും. ഓ Oh, take the fire of God. തൊടുക, തൊടുക, തൊടുക. ശക്തിയേറിയ അഭിഷേകം. ഓ ഓ ഓ സ്വർഗം നിന്റെ മേൽ കൈമാറുകയാണ്. In mighty anointing, in mighty power, in mighty power. സ്വർഗം നിന്റെ മേൽ ഈ അഭിഷേകം നിറയ്ക്കും. നിന്റെ ശബ്ദം ദേശങ്ങളെ ഇളക്കുന്ന ശബ്ദമാക്കി ദൈവം അതിനെ മാറ്റാൻ പോവുക. Take the fire of God in name of Jesus. പട്ടണങ്ങളെ ചലിപ്പിക്കേണ്ട അഭിഷേകത്തിന്റെ ശബ്ദം ഇതിനകത്തൊന്ന് പുറത്തു വരട്ടെ. Holy Spirit, Holy Spirit, Holy Spirit. Laba nahasi yante rima na shekeni ibal proudi bidigandagam
അക്ഷസ് കമനഘടകസി അതിനാ റിഗൽ കമന വൈഷ റീവക്ഷമനഘടക സാധൂനിയ. ആത്മാവ് ശക്തമായി സംസാരിക്കുന്നു. നിങ്ങളുടെ ശബ്ദം ദൈവം പ്രയോജനപ്പെടുത്താൻ പോവുക. നിങ്ങളുടെ ശബ്ദം ദൈവം പ്രയോജനപ്പെടുത്താൻ പോവുക. നിങ്ങളുടെ വോയിസ് ദൈവം ഉപയോഗിക്കാൻ പോവുക. ആശയറ്റവർക്ക് ആശ പകരുന്ന ശബ്ദമാക്കി ദൈവം നിങ്ങളുടെ ശബ്ദത്തെ മാറ്റാൻ പോവുകയാ. ഓ ഓ എവിടേക്ക് ദൈവാത്മാവിന്റെ കരമിറങ്ങി വരിക എന്ന് യേശുവിന്റെ മഹത്വം ചലിക്കപ്പെടുകയാണ്. പിശാച് പല വഴികളും അടച്ചു കാണും. പക്ഷെ നിന്റെ വഴി നിന്റെ ശബ്ദത്തിലുണ്ട്. മുന്നും പിന്നും പിശാച് അടച്ചു കാണും. എന്നാ പൗലോസേ, നിന്റെ വഴി എവിടാ? എൻ്റെ നാവിലുണ്ട്. പിടികിട്ടുന്നുണ്ടോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൻ്റെ ആശയം? ആണിയവും ഉറച്ചു ആമരവും ഉടഞ്ഞു. മുന്നോട്ടും പോവില്ല പുറകോട്ടുമില്ല. മുന്നും പിന്നും അവൻ ഉടച്ചിട്ടേക്കുക. പക്ഷെ പൗലോസ് പറയും, എൻ്റെ നാവിൽ ചലിക്കുന്ന അഭിഷേകമുള്ളത് കൊണ്ട് ഞാൻ പറയുന്നതാ വഴി. ഞാൻ പറയുന്നതാ വഴി. ഇന്ന് ആത്മാവ് ശക്തമായി പറയുന്നു സിസ്റ്ററെ, ചില വഴികൾ നിങ്ങൾ പറയും. ഓ, നിങ്ങൾ പറയും. നിങ്ങളുടെ നാവ് പറയുന്നത് വഴിയായി മാറും. ഓ ഓ, തൊടുക തൊടുക തൊടുക. വലിയൊരു അനോയിന്റിംഗ് സഹോദരൻ വെളിപ്പെടുന്നു. റിസീവ് ദ ഫയർ. ഓ ലാ ബാ 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 ഷേ റകമന ഷകേനി റീബൽ കമനഗഡഗസി വൈഷസ് പ്രൗഡി ബിരിഗഡഗസി. ചിലതിനോട് കൽപ്പിക്കാൻ കരുത്തുള്ളൊരു ശക്തി ദൈവം റിലീസ് ചെയ്യാൻ പോവുക. ഗ്ലോറി 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 ഗ്ലോറി. ചിലതിനോട് കൽപ്പിക്കാൻ കരുത്തുള്ള ഒരു ശബ്ദമാക്കി മാറ്റും. അസാധാരണമായൊരു തീ നിങ്ങളുടെ വാക്കുകളിൽ ചലിക്കാൻ പോവുകയാണ്. വാവ്, തീ പോലെയ വാക്കുകൾ പുറത്തു വരും. തീ പോലെയ വാക്കുകൾ പുറത്തു വരും. ശക്തമായി ദൈവാത്മാവ് അങ്ങനെ തന്നെ പറയുന്നു. നിന്റെ വഴി നിന്റെ വാക്കിലുണ്ട്. അഭിഷേകമുള്ളവന്റെ വഴി അഭിഷേകമുള്ളവന്റെ വാക്കിലുണ്ട്. ഉണ്ടെന്ന് ഇത് അപ്പുറവും ഇപ്പുറം ഉള്ളവൻ അടച്ചു വച്ചാലും നിന്റെ വഴി അടയത്തില്ല. നിന്റെ വഴി നീ കൽപ്പിക്കുന്നതാ. Come on, നീ കൽപ്പിക്കുന്നതാ. നീ കൽപ്പിക്കുന്നതാ. ഓ നിങ്ങളുടെ വഴി നിങ്ങൾ കൽപ്പിക്കാൻ പോവുക. നിന്റെ ജോലിയുടെ വാതിൽ നീ കൽപ്പിക്കാൻ പോവുക. നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ വാതിൽ നീ കൽപ്പിക്കാൻ പോവുക. നിങ്ങളുടെ ബിസിനസിന്റെ വഴി നിങ്ങൾ കൽപ്പിക്കാൻ പോവുക. നിങ്ങൾ കൽപ്പിക്കുന്നത് നിങ്ങൾക്ക് തുറക്കപ്പെടാൻ പോവുക. ഇത് മാനുഷികമായി ചെയ്യുന്നതല്ല, ആത്മാവിന്റെ ശക്തിയാൽ അത് സംഭവിക്കാൻ പോവുകയാ. ഓ ഹോളി 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 സ്പിരിറ്റ് ലഖമന ശകേ റീബല ഹസി അന്തേനിയ റീബൽ കമനഗഡഗ ഷൈഡ പ്രൗഡി ബിരിഗഡഗസി അതുന റക്ഷസ് കമനഗഡഗസി. ഗാംഭീര്യമുള്ള ഒരു അഭിഷേകം. ഒന്നുകൂടെ ഞാൻ വാക്കിനെ കയറി പറയാം. മരണം വന്ന് 276 മുക്കുമ്പോ ഒരുത്തൻ പറയുന്നു ഒരുത്തനും ചാകത്തില്ലെന്ന്. മരണത്തോടിങ്ങനെ സംസാരിക്കാൻ കരുത്തുള്ള ആരുണ്ടാ? ഇവിടെ ഇടുന്നുണ്ടോ നിങ്ങൾക്ക്? ഈ അഭിഷേകത്തിന്റെ കരുത്താ ഞാൻ പറയാൻ പോകുന്നത്. 276 മുക്കുമെന്ന് കടല് പറയുമ്പോ ഒരുവൻ കയറി പറയാ ഒരുത്തനും ചാകത്തില്ല. പിടിയുണ്ടോ നിങ്ങൾക്ക്? പിടിയിടുന്നുണ്ടോ? 275 ഹൃദയത്തിനകത്ത് ചിന്ത മിക്കവാറും വീട്ടിൽ പോകുന്ന ലക്ഷണമില്ല. പക്ഷെ ഒരുത്തൻ പറയുക ഒരുത്തനും ചാകത്തില്ലടാ.
അതിൻ്റെ അർത്ഥം നിന്റെ അകത്ത് കിടക്കുന്ന അഭിഷേകം അത്രയും ഗാംഭീര്യമുള്ളതാ. മരണത്തിന്റെ മുൻപിൽ പോലും പാതറാതെ നിന്റെ ശബ്ദത്തെ ഉയർത്താൻ കരുത്തുള്ള ഒരു അഭിഷേകം ഈ പകലിൽ സ്വർഗം റിലീസ് ചെയ്യുന്നു. Fire of God. Glory, glory, glory. ഇന്ന് പകലിലെ മഹത്വം ഇതിനകത്ത് വെളിപ്പെടുന്നുണ്ട്. പരിശുദ്ധാത്മാവ് ചിലരെ തൊടുക. എനിക്കറിയാം വലിയ ഇമ്പാർട്ടേഷനുകൾ ഇതിനകത്ത് സംഭവിക്കാൻ പോവുകയാ. ചിലർ ആത്മാവിൽ കരുത്തുള്ളവരായി മാറും. നിങ്ങളുടെ ശബ്ദം ആത്മാവിൽ കരുത്തുള്ള ശബ്ദമായി മാറും. ആർക്കും വിടുവിക്കാൻ കഴിയാത്തത് നിന്റെ ശബ്ദം കൊണ്ട് വിടുവിക്കപ്പെടും. ആർക്കും റിലീസ് ചെയ്യാൻ കഴിയാത്തത് നീ പറഞ്ഞാൽ റിലീസാകും. Come on, take the glory, take the glory, take the glory. Fire of God. തൊടുകാണ് 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 വലിയ മഹത്വം തൊടുക ഇതിനകത്ത്. യേശുവിന്റെ മഹത്വം ചലിക്കട്ടെ, യേശുവിന്റെ മഹത്വം ചലിക്കട്ടെ, യേശുവിന്റെ മഹത്വം ചലിക്കട്ടെ. Holy, Holy Spirit, Holy Spirit, Holy Spirit. ഒരുവൻ മരണത്തെ നോക്കിയിട്ട് വിളിച്ചു പറയുന്നു, നിങ്ങൾ ഒരുത്തരം മരിക്കുകയില്ല. മുക്കിക്കളയുമെന്ന വെല്ലുവിളിക്കുന്ന ശക്തികൾ മുന്നും പിന്നും വലത്തും ഇടത്തുമൊക്കെ നിൽക്കുമ്പോൾ ഒരുവൻ വിളിച്ചു പറയുക, ഞാനും ചാവുകയില്ല, നിങ്ങളും ചാവുകയില്ല. കപ്പൽ പോയത് പോട്ടെ, കണ്ടങ്ങളിൽ പിടിച്ചാൽ മതി, നിങ്ങളെല്ലാം രക്ഷപ്പെടാൻ പോവുക. ഞാൻ ഒന്നുകൂടെ പറയാം, ഒരൊറ്റ ദൂത എല്ലാത്തിനും രക്ഷിച്ച്, അല്ലാതെ കപ്പലിൻ്റെ പലവയുടെ ബലമൊന്നുമല്ല. ഒരൊറ്റ ദൂത. ഇന്ന് പകലാഭിഷേകമുള്ള നിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾക്ക് ശക്തിയുണ്ടെന്ന് എൻ്റെ തമ്പുരാൻ തെളിയിക്കും, 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 തെളിയിക്കും. നിന്നെ തടവറയിൽ എന്ന പോലെ അടച്ചിട്ടിരിക്കാം, പക്ഷെ നിന്റെ ശബ്ദത്തിന് ശക്തിയുണ്ടെന്ന് ദൈവം തെളിയിക്കും. നിന്നെ ബ്ലോക്ക് ചെയ്തിരിക്കാം മുന്നും പിന്നും, പക്ഷെ ബ്ലോക്ക് ചെയ്തവനെ കീറി മുറിച്ചുകൊണ്ട് നീ കരയിൽ കാല് വെക്കാൻ പോവുക, കാല് വെക്കാൻ പോവുക. കരയിൽ കാല് വെക്കാൻ പോവുക. ഈ അഭിഷേകത്തിന്റെ പകർച്ച ചില ശരീരങ്ങളിലേക്ക് ഒരു തീ പോലെ, തീ പോലെ. In mighty name of Jesus. ചിലതിനെ കീറി മുറിച്ചുകൊണ്ട് ഈ സീസണിൽ എൻ്റെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാ. പ്രാർത്ഥിക്കുക. ഈ അഭിഷേകം ചിലതിനെ തൊടും. ഈ അഭിഷേകത്തിന്റെ അഗ്നി ചിലതിനെ കീറി മുറിച്ച കരയ്ക്കെത്താൻ ഇന്ന് പകലിൽ ഈ ദൈവശക്തി ഈ ശരീരത്തിലേക്ക് ചില കാറ്റുകളെ, ചില പ്രതികൂലങ്ങളെ കീറി മുറിക്കാൻ ഈ അഭിഷേകത്തിന്റെ തീ. സ്വർഗം നിങ്ങളുടെ റിലീസ് ചെയ്യുക. യേശുവിന്റെ മഹത്വം ചലിക്കട്ടെ, മഹത്വം ചലിക്കട്ടെ. റിസീവ്, റിസീവ്. മുന്നും പിന്നും അടച്ചു വച്ചേക്കുന്ന ചിലത് കീറാൻ നിന്റെ ശബ്ദത്തിന്റെ മേൽ ഒരു അധികാരം. മഹത്വം തൊടുക, മഹത്വം തൊടുക, മഹത്വം തൊടുക. ദൈവശക്തി ചലിക്കുക സിസ്റ്ററെ. നിന്റെ കൺട്രോൾ, നിന്റെ കുടുംബത്തിന്റെ കൺട്രോൾ നിന്റെ ശബ്ദത്തിന്മേൽ ദൈവം തരാൻ പോവുക, തരാൻ പോവുക. നീ പറയുന്നതാ അവിടെ നടക്കാൻ പോകുന്നത്. പൈശാചികൻ പറയുന്നതല്ല, നീ പറയുന്നത്. തൊടുക, 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 തൊടുക. ദൈവശക്തി തൊടുക, 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 തൊടുക.
ഓ ഓ തൊടുക 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 തൊടുക, മഹത്വം തൊടുക, നിന്റെ മേൽ സാന്നിധ്യം തൊടുക. റിസീവ് ദ പവർ. ചൂടാലാബ ശന്തൽ കമനഘടക വൈശസ് പ്രൗഢിബിരിഘടക. ഓ, പൈശാചികൻ പറയുന്നതല്ല, കുടുംബത്തിനകത്ത് സ്വർഗത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോവുക. പാരമ്പര്യങ്ങളും പാരമ്പര്യ ശക്തികളും ഈ ദിവസങ്ങളിൽ കേട്ടുപൊട്ടാൻ പോവുകയാ. വൈഡം ശമനഘടക റീബ ശമനഘടകസേ, സകല ദുർഭൂത സ്പിരിറ്റുകളെയും യേശുവിന്റെ നാമത്തിൽ ഞാനതിനെ ബ്രേക്ക് ചെയ്യുന്നു. യേശുവിന്റെ മഹത്വം വെളിപ്പെടട്ടെ, മഹത്വം വെളിപ്പെടട്ടെ, മഹത്വം വെളിപ്പെടട്ടെ. കെട്ടുകളെ ഞാൻ പൊട്ടിക്കുകയാണ്, കെട്ടുകളെ ഞാൻ പൊട്ടിക്കുകയാ. അനാവശ്യമായി ശരീരത്തിന് മേൽ വലിഞ്ഞുകൂടുന്ന സകല രോഗ സ്പിരിറ്റുകളും യേശുവിൻ നാമത്തിൽ now break it. ഫ്രീ ആകട്ടെ, ഫ്രീ ആകട്ടെ. ഉടകബല ശന്തൽ കമനഘടക വൈശസ് പ്രൗഢിബിരിഘടക. യേശുവേ, നിന്റെ മഹത്വം ഇറങ്ങട്ടെ അപ്പ, നിന്റെ സാന്നിധ്യം ചലിക്കട്ടെ. റീമാന ഷെഖേനിയ, ചില തിരമാലകൾ കീറിമുറിച്ചുകൊണ്ട് മുന്നോട്ട് വരാൻ ദൈവാത്മാവ് ഇന്ന് പകലിൽ ആ ശക്തി മകളുടെ മേൽ കൈമാറട്ടെ. ഹോളി സ്പിരിറ്റ് റീബാല ഷെഖേനിയ റീബൽ പ്രൗഢമനഘടക റഗൽ കമനഘടകസേ. In the name of Jesus. റീബ ഷെഖേനിയ. Holy Spirit, Holy Spirit. ശക്തമായി ദൈവാത്മാവ് അങ്ങനെ തന്നെ സംസാരിക്കുന്നു. നിങ്ങളുടെ ശബ്ദത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ കരുത്ത് വെളിപ്പെടും. നീ പറയുന്നതാണ് വരും ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത്. നിന്റെ ശബ്ദം ദേശങ്ങളെ ചലിപ്പിക്കുന്ന ശബ്ദമാക്കി ദൈവം മാറ്റാൻ പോവുകയാണ്. നിന്റെ ശബ്ദം പട്ടണങ്ങളെ ഇളക്കുന്ന ശബ്ദമാക്കി ദൈവം മാറ്റാൻ പോവുകയാണ്. Yes, 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 yes. La baba bashara dharakamana shikiriyam thiniya. Ribal hatuna rakshas praudibiriyam thini. Ribal kamanagataga shaida praudibirigataga rakshas kamanagataga shandarathiana. Glory to Jesus. മഹത്വം ഇതിനകത്ത് ചലിക്കുന്നുണ്ട്. നിന്നെ നിർത്തുന്നത് ചില ദൂതുകളാ. കയ്യിലെ കാശല്ല നിന്നെ നിർത്തുന്നത്, കയ്യിലെ സമ്പത്തല്ല നിന്നെ നിർത്തുന്നത്, ചില ദൂതാ നിന്നെ നിർത്താൻ പോകുന്നത്. ഗ്ലോറി. പിശാച് ചിന്തിക്കും, നീ പകുതി വഴിയിൽ ഒതുങ്ങി, നീ കടലിൽ താണോ, നിന്റെ കപ്പൽ ഉടഞ്ഞു. ഇന്ന് പകൽക്കാലം ഉടച്ചവനെ ഉടച്ചു കളയാനും ചവിട്ടാനും കരുത്തുള്ളവനാക്കി ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. നിന്നെ മുക്കിക്കളയുമെന്ന് വാദിച്ചവനെ ചവിട്ടാൻ കരുത്തുള്ളവനാക്കി ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. നിന്നെ കരയ്ക്ക് കയറ്റത്തില്ലെന്ന് പറഞ്ഞവനെ കരയിൽ കയറി വന്ന അവൻ്റെ തലയെ ഉടയ്ക്കാൻ കർത്താവ് നിനക്ക് കരുത്തു തരാൻ പോവുകയാണ്. ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ മേൽ പകരുന്നത് ചെറിയ ശക്തിയല്ല. യെസ്, ഹോളി സ്പിരിറ്റ്. നിന്നെ ദണ്ഡിപ്പിക്കുന്ന ആഭിചാരങ്ങളും നേർച്ചകളും വഴിപാടുകൾ നിനക്കെതിരെ അമ്പലങ്ങളിൽ ഇട്ടത് നിനക്ക് വിരോധമായി വെല്ലുവിളിക്കുമ്പോൾ ഇന്ന് പകൽ അതിനെ ഉടയ്ക്കാൻ തക്കവണ്ണം ഒരു ദൈവശക്തി ഇപ്പോൾ പൊട്ടുന്നു പൊട്ടുന്നു അത് പൊട്ടുന്നു. ആ സഹോദരന് പൊട്ടുന്നു. പൊട്ടട. ചിലത് പൊട്ടിമാറുക. ചില നേർച്ചകൾ അഴിയുന്നു, ചില ബന്ധനങ്ങൾ അഴിയുന്നു, ചില കെട്ടുകൾ ഈ സമയം പൊട്ടുന്നു. പൊട്ടുന്നു 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 പൊട്ടുന്നു. പൊട്ടട. ദൈവശക്തി ചലിക്കട്ടെ, ദൈവശക്തി ചലിക്കട്ടെ. നിന്റെ ശരീരത്തിൽ കിടക്കുന്ന ചില നേർച്ചകൾ അഴിഞ്ഞ് കെട്ടിവെച്ച ചില കെട്ടുകൾ അഴിഞ്ഞു പോകുന്നു. നിന്റെ മനസ്സു മാറ്റാൻ,
നിന്നെ ഒതുക്കാൻ കെട്ടിവെച്ച ചില നേർച്ചകള് ഇന്ന് സ്വർഗം അഴിക്കുക. അടിയട്ടെ, അടിയട്ടെ, അടിയട്ടെ. അങ്ങനെയുള്ള ചില കെട്ട് അടിയട്ടെ, അടിയട്ടെ. ചില ബന്ധനങ്ങള് ഞാൻ പൊട്ടിക്കുക, 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 പൊട്ടിക്കുക. ഓ, തീ പിടിക്കുന്നു, തീ പിടിക്കുന്നു. അങ്ങനെയുള്ള ശരീരങ്ങളിൽ തീ വെളിപ്പെടുക, തീ വെളിപ്പെടുക, തീ വെളിപ്പെടുക. അനാവശ്യമായി കിടക്കുന്ന ചില കെട്ടുകൾ ഇന്ന് പകൽ അഴിഞ്ഞു പോകുന്നു. നിങ്ങളുടെ ബിസിനസിന്റെ മേൽ, നിങ്ങളുടെ മേൽ, നിന്റെ തലമുറയുടെ മേൽ, നിന്റെ മേലൊക്കെ കിടക്കുന്ന ചില അന്യാരാധനയുടെ കെട്ടുകൾ ഓ ഓ അഴിയുന്നു. വിട്, 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 വിട്. അങ്ങനെയുള്ള സ്പിരിറ്റുകളൊക്കെ പൊട്ടിപ്പോവുക, അങ്ങനെയുള്ള സ്പിരിറ്റുകളൊക്കെ പൊട്ടിപ്പോവുക, അങ്ങനെയുള്ള സ്പിരിറ്റുകളെല്ലാം പൊട്ടുക യേശുവിന്റെ നാമത്തിൽ. റൈറ്റ് നൗ അങ്ങനെയുള്ളതെല്ലാം പൊട്ടട്ടെ. ഹോളി സ്പിരിറ്റ് ഇപ്പോൾ ദൈവശക്തി ശരീരങ്ങളിലേക്ക് ഇറങ്ങട്ടെ, 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 ഇറങ്ങട്ടെ. നേർച്ചകാഴ്ച ശക്തികൾ അഴിയട്ടെ. ഉടകക്ഷമനഘടക റീവൽ കമനഘടകസി പൊട്ടട്ടെ. ചിലതെല്ലാം പൊട്ടുക, ചില അശുദ്ധ സ്പിരിറ്റുകളെല്ലാം പൊട്ടുക. കൈവിഷത്തിന്റെ ശക്തികൾ റൈറ്റ് നൗ അതെല്ലാം അഴിഞ്ഞു വരുന്നു, അഴിഞ്ഞു വരുന്നു, അഴിഞ്ഞു വരുന്നു, അഴിഞ്ഞു വരുന്നു, അഴിഞ്ഞു വരുന്നു. യേശുവിന്റെ മഹത്വം ചലിക്കുക. കൈവിഷ സ്പിരിറ്റ് വെളിവ, 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 വെളിവ. യേശുവിന്റെ നാമത്തിൽ സകല കൈവിഷ സ്പിരിറ്റുകളെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. Come out. നിനക്ക് വിരോധമായി നേർച്ചയിട്ട നിന്നെ ഒതുക്കുന്ന സകല സ്പിരിറ്റുകളെയും ഇപ്പോൾ ഫ്രീ ആകട്ടെ. വെളിവ, വെളിവ, വെളിവ. ചിലതെല്ലാം പൊട്ടുക, ചിലതെല്ലാം പൊട്ടുക. ഏതൊക്കെയോ ശരീരങ്ങളിൽ നിന്ന് അങ്ങനെയുള്ള എല്ലാ സ്പിരിറ്റുകളെയും അഴിഞ്ഞു വാ, അഴിഞ്ഞു വാ. അഴിഞ്ഞ, 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 അഴിഞ്ഞ. ഇറങ്ങി പിടിച്ചാ ശരീരം വിട, വിട, വിട. നിന്റെ ശരീരത്തിൽ നിന്ന് ഞാൻ ആ സ്പിരിറ്റിനെ ഇറക്കി വിടുന്നു. ഓ, പൊട്ടാൻ പോവാ, പൊട്ടാൻ പോവാ, പൊട്ടാൻ പോവാ. ചിലത് അഴിയുന്നു, ചിലത് അഴിയുന്നു, അഴിയുന്നു, അഴിയുന്നു. അതാ അഴിയുന്നു. വിട, 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 വിട. ആ ശരീരം വിട. ദുരാത്മാവിന്റെ സകല സ്വാധീനങ്ങളെയും ഞാനിപ്പോൾ അഴിച്ചുവിടുന്നു, അഴിച്ചുവിടുന്നു, ഫ്രീ, അഴിച്ചുവിടുന്നു. അങ്ങനെയുള്ള കെട്ടുകളെല്ലാം പൊട്ടുക, പൊട്ടുക. കൈവിഷം പോലെ അകത്ത് കിടക്കുന്ന സ്പിരിറ്റുകൾ ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പ്രാർത്ഥനയ്ക്ക് എന്തുണ്ട്? ശക്തിയുണ്ട്. കൈവിഷം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രാർത്ഥിക്കുമ്പോൾ പുറത്ത് വരണം, വരും. ആമേൻ. അതിന്റെ തെളിവായത്. ഹല്ലേലൂയ. വിശ്വാസം ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയയോടെ പറയാം. അല്ല, ഞാൻ ആർക്കും മരുന്നൊന്നും കൊടുത്തില്ല, ഞാൻ ആർക്കും വെള്ളവും കൊടുത്തില്ല, ഞാൻ ആർക്കും ഒന്നും കൊടുത്തില്ല. പ്രാർത്ഥനയ്ക്ക് പവറുണ്ട്, പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. അത് ദൈവം തെളിയിക്കുക. ഗ്ലോറി ടു ജീസസ്. ഇന്ന് പകലിലെ ദൈവശക്തി നമ്മുടെ നടുവിലുണ്ട്. ഒരുമിച്ച് പ്രാർത്ഥിക്കാവോ? ഞാൻ എൻ്റെ വാക്ക് വിടാമോടുന്നു. പലർക്കും ബസ്സിലൊക്കെ പോകേണ്ടതുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. ഒരു നിമിഷം എല്ലാവർക്കും ഒന്ന് എഴുന്നേക്കാം. എഴുന്നേക്കാൻ പറ്റുന്നവരൊക്കെ ഒന്ന് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക. എല്ലാ ഭാഷക്കേനി നിങ്ങൾ വൊമിറ്റ് ചെയ്ത പാത്രങ്ങൾ ഒരു സൈഡിലോട്ടൊന്ന് ഒതുക്കി എവിടെയെങ്കിലും ചവിട്ടാത്ത രീതിയിൽ അങ്ങോട്ട് വയ്ക്കുക. പിന്നെ അത് ക്ലീൻ ചെയ്താലും മതി. റീമാന ഷഖേനി ഉറകൽ ഖമന ഘടക ഷൈഡൽ പ്രൗഢിബിരി ഘടക റക്ഷസ് ഖമന ഘടക ഷന്തൽ ഖമന ഘടക റിയാംധന റീമാന ഷന്തൽ ഖമന ഘടക. ഒന്ന് പ്രാർത്ഥിക്കുക. ചില വിടുതലുകളിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ റിലീസ് ചെയ്യാൻ പോവുക. ചില വിടുതലുകൾ കൊണ്ട് പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങൾ നിങ്ങളുടെ മേൽ അയക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടുകയാണ്. ഈ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കരം നിങ്ങളെ സ്പർശിക്കും. ഞാൻ ഈ പറഞ്ഞ പോലെ ഇന്ന് പകലൊരു അഭിഷേകത്തിൻ്റെ വലിയ ഇമ്പാർട്ടേഷൻ നടക്കുന്നുണ്ട് ഇതിനകത്ത്. ഉടകബല ശാന്തന റിഗൽ കമന ഘടക ഷൈഡ പ്രൗഢിബിരി ഘടകസി. അഭിഷേകത്തിൻ്റെ വലിയ ഇമ്പാർട്ടേഷൻ നടക്കുന്നുണ്ട്. ഹോളി സ്പിരിറ്റ് വന്നതുപോലെ നീ പോകാനല്ല, ഈശാന മൂലൻ കണ്ട വഴിയിലിരിക്കാനല്ല, അഭിഷേകമുള്ളവൻ്റെ നാവിൻ തുമ്പിൽ വഴി തുറക്കാൻ പോവുകയാണ്. സകലതും ഉടഞ്ഞെന്നും അടഞ്ഞെന്നും പറഞ്ഞ് നിൽക്കുമ്പോൾ ദൈവാത്മാവ് പറയുന്നു തീർന്നിട്ടില്ല. ദൈവം ചില വഴികളെ തുറക്കാൻ പോവുകയാണ്.
ദൈവം ചില വഴികളെ തുറക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ അതിശക്തമായി സംസാരിക്കുന്നു. ദൈവം ചില വഴികൾ തുറക്കാൻ പോവുകയാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. യേശുവേ, പല വഴികളും അടഞ്ഞത് ഞാൻ കാണുന്നു. പക്ഷേ ഇന്ന് ആത്മാവിൽ ചിലത് തുറക്കാൻ ദൈവം സഹായിക്കണം. പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ദൈവം തൻ്റെ ശക്തിയെ ഇറക്കി വിടുവിന്ന്. പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ദൈവം തൻ്റെ കരുത്ത് ഇറക്കിവിടും. പട്ടണങ്ങളെ ചലിപ്പിക്കുന്നതും ദേശങ്ങളുടെ നടുവിൽ തുറക്കുന്നതുമായ വാതിലുകൾ തുറക്കേണ്ടതുമായ ഒരു ശക്തിയേറിയ അഭിഷേകം ദൈവം നിങ്ങളുടെ മേൽ ഇന്ന് പകൽ റിലീസ് ചെയ്യും. കടലിൽ അവസാനിക്കും എന്ന് പറഞ്ഞവനെ പട്ടണങ്ങളുടെ അകത്ത് സാക്ഷ്യങ്ങൾക്ക് വേണ്ടി ദൈവം നിർത്തിയെങ്കിൽ, ഒന്നല്ല പല ദേശങ്ങൾക്കകത്തും ദൈവരാജ്യവുമായി അത്ഭുതങ്ങൾ ചെയ്യാൻ ദൈവം നിർത്തിയെങ്കിൽ, ചിലത് അവസാനിക്കും എന്ന് പറഞ്ഞ അടുത്തു നിന്ന് ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കുന്നത് രാജ്യങ്ങൾക്കും ദേശങ്ങൾക്കും പ്രയോജനപ്പെടുന്ന ഒരു സാക്ഷ്യമാക്കി എൻ്റെ ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. അങ്ങനെയുള്ളൊരു അനോയിന്റിങ് ഇന്ന് പകലിൽ സ്വർഗം നിങ്ങളുടെ റിലീസ് ചെയ്യുന്നത്. Take the fire of God. Yes. The holy fire of God. La ba 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 she rimana shekeni. Holy Spirit, ഇന്ന് പകൽ ഞങ്ങളൊരു അഭിഷേകത്തെ സ്വർഗം ഇതിനകത്ത് റിലീസ് ചെയ്യട്ടെ. Take the power. ചില ശരീരങ്ങളിൽ അത് വെളിപ്പെടാൻ പോവുക. പട്ടണങ്ങളെ ചലിപ്പിക്കേണ്ടതും ദേശങ്ങളെ ചലിപ്പിക്കേണ്ടതുമായ ഒരു വലിയ അതോറിറ്റിയുടെ അഭിഷേകത്തെ സ്വർഗം ഇന്ന് പകലിൽ നിന്റെ മേൽ കൈമാറാൻ പോവുക. Fire of God. നിറയട്ടെ. ശരീരങ്ങളിൽ ആത്മസാന്നിധ്യം നിറയപ്പെടാൻ പോവുക. അഭിഷേകം നിറയപ്പെടാൻ പോകുകയാ. നിറയപ്പെടാൻ പോകുകയാ. നീ ഒരു സാധാരണക്കാരനായിട്ട് പോകാനല്ല, അസാധാരണമായ ചില ഡെലിവറൻസ് നിന്നിൽ വെളിപ്പെടാൻ പോകുകയാണ്. ഒന്നുകൂടെ ഞാൻ കയറി പറയാ, നിന്റെ വാഗ്ദത്തത്തെ തടയാൻ ശ്രമിച്ചവന്, നീ വാഗ്ദത്തത്തിൽ കയറുന്നതിന് മുൻപ് അവന്റെ തലയെ ചവിട്ടാൻ തക്കവണ്ണം സ്വർഗം നിന്റെ മേൽ ഈ അഭിഷേകത്തെ നിറയട്ടെ. പരിശുദ്ധാത്മാവേ, ആ ശക്തി ഈ മകന്റെ മേൽ ഇറങ്ങട്ടെ. മകത്വം വെളിപ്പെടാൻ പോവുക. ചില അശുദ്ധ സ്പിരിറ്റുകൾ നിങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നു. ചില അന്യായ ശക്തികൾ, മദ്യാസക്തിയുടെ കെട്ടുകളെ ഇപ്പോൾ ഞാനതിനെ പൊട്ടിക്കുന്നു. ഈ ശരീരത്തിൽ നിങ്ങളുടെ സ്പിരിറ്റ് വിട. അനാവശ്യമായി കിടക്കുന്ന ശക്തികൾ ഈ ഉള്ളിൽ നിന്ന് ഞാൻ വലിച്ചെടുക്കുന്നു. ഒമിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഒമിറ്റ് ചെയ്ത് പോ. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. വെളിവ കൈവിഷ സംബന്ധമായി അകത്ത് കിടക്കുന്നത്. പുറത്തു വരാൻ പോവാ. ചിലത് വരും. പുറത്ത്. ഈ ശരീരത്തിൽ നിന്ന് പൊട്ടാൻ പോവുക. നിന്റെ ശരീരത്തിൽ കിടക്കുന്ന ചില ദുരാത്മ ബന്ധനങ്ങൾ അഴിയുന്നു. കഴിഞ്ഞു വാ വിഷാദേ. നീ ആരാ? ഈ ശരീരത്തിനകത്ത് കിടക്കുന്ന ദുരാത്മശക്തിയോട് ഞാൻ കൽപ്പിക്കുക, ആ ശരീരം വിടണം.
വിട് വിട് വിട്. ഇവനെ ദണ്ണിപ്പിക്കുന്ന അസ്വസ്ഥതകൾ വിടണം. അവൻ്റെ ശരീരത്തിനകത്ത് വരിഞ്ഞു മുറുക്കി നിൽക്കുന്ന അസ്വസ്ഥതകൾ, അവനെ മദ്യപിപ്പിച്ചവനെ ഒതുക്കാൻ തക്കോണം നിൽക്കുന്ന പിശാചെ, നീ പിടിക്കപ്പെട്ടു. ഇപ്പോൾ ഞാൻ കൽപ്പിക്കുന്നു, വിട, ശരീരം വിട, ഫ്രീ ആകണം. വിട. മദ്യാസക്തിയുടെ സ്പിരിറ്റ് ഞാൻ അഴിച്ചു കളയുന്നു. എടാ എടാ, യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ള സ്പിരിറ്റുകളെല്ലാം ഉള്ളിൽ നിന്ന് വലിഞ്ഞു വരുന്നു. വെളിവായി സഹോദരന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്നു. നിന്റെ അകത്ത് നല്ല പുറത്തു വരുന്നു. വലിച്ചേടാ, സ്പിരിറ്റ് വലിഞ്ഞു പോട്ടെ. ആ ബ്രീത്തിങ്ങിലൂടെ അങ്ങ് വെളി വരുന്നു. വാ വാ വാ. ഇനിയുള്ള പല കെട്ടുകളും ശരീരങ്ങളിൽ നിന്ന് വിട്ടുപോകുക. രോഗികൾക്ക് വേണ്ടി ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നു. ഇപ്പോൾ നിങ്ങളുടെ ശരീരങ്ങൾ അനുഭവിക്കുന്ന രോഗത്തിൻ്റെ ബലഹീനതകൾ, രോഗത്തിൻ്റെ കെട്ടുകൾ പരിശുദ്ധാത്മാവിന്ന് പകൽ അതിനെ പൊട്ടിക്കട്ടെ. ബലഹീനത അനുഭവിക്കുന്നവർ വിശ്വാസത്തോടെ, ഇവിടെ യേശുവിൻ്റെ നാമം ഇതിനകത്ത് ശക്തിയോടെ ചലിക്കുകയാണ്. ആ നാമത്തിൻ്റെ ശക്തി നിങ്ങൾ കൈവയ്ക്കുന്നിടത്ത് ചലിക്കും. വിശ്വാസത്തോടെ നിങ്ങളുടെ വലം കരങ്ങൾ തന്നെ വെച്ച് പ്രാർത്ഥിക്കുക. ഹോളി സ്പിരിറ്റ്, യേശുവിൻ്റെ നാമത്തിൽ എവിടെയാണോ നിങ്ങൾ ഭാരം അനുഭവിക്കുന്നത് അവിടേക്ക് നിങ്ങളുടെ വലം കരങ്ങളെ വെച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് ഇപ്പോൾ നിങ്ങൾ തൊടുകയാ. ഹോളി സ്പിരിറ്റ്, ചില ശരീരങ്ങളിൽ നിന്ന് എന്തൊക്കെ ഇളകിപ്പോകും, അഴിഞ്ഞു പോകുന്നത് പോലെ ഫീൽ ചെയ്യും. ഹോളി സ്പിരിറ്റ്, ഇപ്പോൾ റൈറ്റ് നൗ ഞാൻ പ്രാർത്ഥിക്കുന്നു, അവിടെ ശരീരങ്ങളിൽ കിടക്കുന്ന അനാവശ്യ രോഗസ്പിരിറ്റുകൾ, രോഗബന്ധനങ്ങൾ, യേശുവേ ഇപ്പോൾ ഞാൻ കൽപ്പിക്കുന്നു, ഇവിടെ ശരീരങ്ങളിൽ നിന്ന് മാറിപ്പോട്ടെ. അനാവശ്യ രോഗബന്ധനങ്ങൾ അഴിഞ്ഞു പോട്ടെ, അനാവശ്യ രോഗസ്പിരിറ്റുകൾ അഴിഞ്ഞു പോട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ ഞാൻ കൽപ്പിക്കുന്നു, ഫ്രീ ആകട്ടെ. ഉടകബല ശന്തൽ കമന വൈശസ് പ്രൗഢിപിരി ഘടക റക്ഷസ് കമന ഘടകസി, ശരീരങ്ങൾ ഫ്രീ ആകട്ടെ, സൗഖ്യങ്ങൾ നടക്കട്ടെ. പരിശുദ്ധാത്മാവ് എല്ലാവരെയും തൊടണം, ദൈവാത്മാവ് എല്ലാവരെയും സ്പർശിക്കണം. ഇവിടെ ശരീരങ്ങളിൽ നിന്ന് കട്ടിക്കഴലുകളൊക്കെ അപ്രത്യക്ഷമാകട്ടെ, ഉദരസംബന്ധമായ ഭാരങ്ങൾ മാറിപ്പോട്ടെ, ബ്ലീഡിങ്ങുകൾ സ്റ്റോപ്പ് ആകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യങ്ങൾ നടക്കട്ടെ. ഞാനങ്ങനെ പ്രാർത്ഥിക്കുന്നു. ലൈവിൽ ഞങ്ങൾ കാണുന്നവർ രോഗികളായിരിക്കുന്നെങ്കിൽ ഇപ്പോൾ അവരുടെ മേൽ സൗഖ്യം നടക്കട്ടെ. ഹോസ്പിറ്റലൈസ് ആയിരിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരിന്ന് തന്നെ ഡിസ്ചാർജ് വീട്ടിൽ വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുക, അത്ഭുതങ്ങൾ നടക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.